മ്യൂച്വൽ ഫണ്ടുകൾ മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടോ ഈ റിസ്കുകൾ ഏതാണ് എന്ന്? നാം പണം നിക്ഷേപിക്കുന്നിടത്ത് എന്താണ് റിസ്ക്? നമ്മുടെ പ്രിൻസിപ്പൽ സുരക്ഷിതമാണോ? നമുക്ക് റിട്ടേൺ ലഭിക്കുമോ? നാം എത്ര റിസ്ക് എടുക്കണം എങ്കിൽ എത്ര റിട്ടേൺ ലഭിക്കും? കൂടുതൽ റിസ്ക് എടുക്കുമ്പോൾ കൂടുതൽ റിട്ടേൺ ലഭിക്കും. കുറഞ്ഞ റിസ്ക് എടുക്കുമ്പോൾ കുറഞ്ഞ റിട്ടേൺ ലഭിക്കും. ഇവയെല്ലാം എന്താണ്? റിസ്ക് എങ്ങനെ നമ്മുടെ റിട്ടേണിനെ ബാധിക്കുന്നു? നമ്മുടെ പ്രിൻസിപ്പൽ നഷ്ടപ്പെടാനും സാധ്യതയുണ്ടോ? ഫിനാൻഷ്യൽ സീരീസിന്റെ 10ാം അധ്യായം ഇതിനെക്കുറിച്ചാണ് അടിസ്ഥാനമാക്കിയത്. ഹായ് ഗൈസ്, നിങ്ങളുടെ ചാനൽ സെൻട്രി ശാല ബൈ സെൻട്രിസിറ്റി നിങ്ങളുടെ വെൽത്ത് പാർട്ണർ എന്നതിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് അനുജ് ആണ്. നിങ്ങൾ ഫിനാൻഷ്യൽ സീരീസ് 5 മുഴുവൻ വീഡിയോകളും കാണുകയാണ്. ഇതുവരെ നാം 9 അധ്യായങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് ഫിനാൻഷ്യൽ സീരീസ് 5 മ്യൂച്വൽ ഫണ്ട്സ് എക്സാം റിസ്ക് ആൻഡ് റിട്ടേൺ എന്നതിൻ്റെ 10ാം അധ്യായമാണ്. ഇന്ന് നാം റിസ്കിനെക്കുറിച്ച് സംസാരിക്കും. ഏത് മ്യൂച്വൽ ഫണ്ടിലാണ് എത്ര റിസ്ക് ഉള്ളത്? ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീമിലാണ് എത്ര റിസ്ക് ഉള്ളത്? ഇക്വിറ്റി എന്ന മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു വിഭാഗത്തിൽ എത്ര റിസ്ക് ഉണ്ട്? ഡെറ്റിൽ എന്താണ് റിസ്ക്? ഗോൾഡിൽ നിക്ഷേപിച്ചാൽ എന്താണ് റിസ്ക്? ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടുകളിൽ നിക്ഷേപിച്ചാൽ എന്താണ് റിസ്ക്? റിട്ടേണിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? നമുക്ക് ക്യാപിറ്റൽ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇവയെല്ലാം നാം ഈ അധ്യായത്തിൽ മനസ്സിലാക്കും. ഈ അധ്യായത്തിൽ നാം പഠിക്കാനാണ് പോകുന്നത് ജനറൽ ആൻഡ് സ്പെസിഫിക് റിസ്ക് ഫാക്ടറുകൾ, മ്യൂച്വൽ ഫണ്ടുകളെ ബാധിക്കുന്ന ഘടകങ്ങൾ, വിവിധ സ്കീമുകളുടെ പ്രകടനം, സ്കീമിലെ റിസ്ക് ആൻഡ് റിട്ടേൺ ഡ്രൈവറുകൾ, റിട്ടേൺ അളക്കാനുള്ള മാർഗങ്ങൾ എന്നിവയാണ് ഈ അധ്യായത്തിൽ പഠിക്കേണ്ടത്. നാം കാണും റിട്ടേൺസ് കണക്കാക്കാൻ ഉപയോഗിക്കുന്ന വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന്. റിട്ടേൺ പ്രതിനിധീകരണവുമായി ബന്ധപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളും, മ്യൂച്വൽ ഫണ്ടുകളുടെ റിട്ടേൺസ് എങ്ങനെ അവതരിപ്പിക്കണം എന്നതിൻ്റെ രീതികൾ, നിക്ഷേപകരെ കേന്ദ്രീകരിച്ച റിസ്ക്കും ഫണ്ടുകൾ നിക്ഷേപിക്കുന്നതും. നാം വിവിധ റിസ്ക് മീറ്ററുകളും ക്രെഡിറ്റ് റിസ്ക്കുമായി ബന്ധപ്പെട്ട ചില വ്യവസ്ഥകളും കാണും. ഇന്ന് ഈ എല്ലാ ലേണിംഗ് ഒബ്ജക്റ്റീവുകളും ഈ വീഡിയോയിൽ നാം ഉൾപ്പെടുത്തും. നോക്കൂ, റിസ്ക് 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 2 തരത്തിലുള്ള റിസ്കുകൾ ഉണ്ട്. ഒന്ന് ജനറൽ റിസ്ക് ആണ്. ഇത് എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലും ബാധകമാണ്. മറ്റൊന്ന് സ്കീം സ്പെസിഫിക് റിസ്ക് ആണ്. അത് ആ സ്കീമിനേക്ക് മാത്രം ബാധകമാണ്. ഉദാഹരണത്തിന് ഇക്വിറ്റി സ്പെസിഫിക് റിസ്ക്, അതായത് ഇക്വിറ്റി സ്കീമുകളിൽ ഉള്ള റിസ്ക്, ഡെറ്റ് സ്കീമുകളിൽ ഉള്ള റിസ്ക് അതിനായി പ്രത്യേകമായി ഡെറ്റ് സ്കീം റിസ്ക് എന്ന് പറയും. അതിനാൽ ഈ 2 തരത്തിലുള്ള റിസ്കുകൾ ഉണ്ട്. ഒന്ന് ജനറൽ റിസ്ക്, അത് എല്ലാ മ്യൂച്വൽ ഫണ്ടുകളിലും ബാധകമാണ്. മറ്റൊന്ന് സ്കീം സ്പെസിഫിക് റിസ്ക്. ഈ റിസ്ക് സംബന്ധിച്ച വിവരങ്ങൾ SIDയിൽ ലഭിക്കും. നാം സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റിനെ കുറിച്ച് നമ്മുടെ വീഡിയോയിൽ ഇതിനകം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓഫർ ഡോക്യുമെന്റുകൾ എന്ന 5ാം അധ്യായത്തിൽ ഏത് ഓഫർ ഡോക്യുമെന്റുകൾ ഉണ്ടെന്ന് നാം ഇതിനകം കണ്ടിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്ക് SID എന്താണെന്ന്, സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റുകൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ മുൻ വീഡിയോ കാണാം. വിഷയത്തിലേക്ക് തിരികെ വരാം. അതിനാൽ ഈ റിസ്കുകൾ എല്ലാം SIDയിൽ ഉൾപ്പെടും. ഇത് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റിന്റെ ഭാഗമായിരിക്കും. SID 2 കാര്യങ്ങളും ഉൾപ്പെടുത്തും. സ്റ്റാൻഡേർഡ് റിസ്ക് ഫാക്ടറും സ്കീം സ്പെസിഫിക് റിസ്ക് ഫാക്ടറും രണ്ടും SIDയിൽ ഉണ്ടാകും. ഇപ്പോൾ നാം ചില ജനറൽ റിസ്ക് ഫാക്ടറുകളെക്കുറിച്ച് സംസാരിക്കാം. അതായത് ഏത് റിസ്കുകളാണ് എല്ലാ സ്കീമുകൾക്കും മ്യൂച്വൽ ഫണ്ടുകൾക്കും ബാധകമാകുന്നത്. ഏറ്റവും ആദ്യം വരുന്നത് ലിക്വിഡിറ്റി റിസ്ക് ആണ്. എന്നാൽ ലിക്വിഡിറ്റിയുടെ അർത്ഥം നിങ്ങളുടെ നിക്ഷേപങ്ങൾ എത്ര എളുപ്പത്തിൽ പണമായി മാറ്റാൻ കഴിയുമെന്നതാണ്. നിങ്ങൾ നടത്തിയ നിക്ഷേപം എത്ര എളുപ്പത്തിൽ പണമായി മാറ്റാൻ കഴിയുന്നു, അല്ലെങ്കിൽ നിങ്ങൾ റിഡംപ്ഷൻ നൽകുമ്പോഴും അല്ലെങ്കിൽ വിൽക്കുമ്പോഴും എത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ പശ്ചാത്തലത്തിൽ ലിക്വിഡിറ്റി റിസ്ക് എന്നത് എന്താണ്? സാധാരണയായി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ട്രേഡിംഗ് വോള്യം, സെറ്റിൽമെന്റ് കാലയളവ്, ട്രാൻസ്ഫർ പ്രൊസീജിയറുകൾ എന്നിവയാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇൻവെസ്റ്റ്മെന്റ് യൂണിവേഴ്സ് ഉള്ള ഒരു ഇൻവെസ്റ്റർ സാധാരണയായി വളരെ ലിക്വിഡ് ആയ സെക്യൂരിറ്റികൾ മാത്രമാണ് തന്റെ പോർട്ട്ഫോളിയോയിലെടുക്കുന്നത്. എന്നാൽ ഇപ്പോഴും ചില അവസരങ്ങളിൽ ഡിമാൻഡും സപ്ലൈയും ഇല്ലാത്തതിനാൽ ലിക്വിഡിറ്റിയിൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും കമ്പനി സ്പെസിഫിക് ഘടകമോ മാർക്കറ്റ് സ്പെസിഫിക് ഘടകമോ വന്നാൽ ആ പ്രത്യേക സെക്യൂരിറ്റിയുടെ വിലയും ഡിമാൻഡും സപ്ലൈയും അതിൽ ബാധിക്കപ്പെടും. അല്ലെങ്കിൽ നിങ്ങൾ വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ബയർ ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങണമെങ്കിൽ വിൽപ്പനക്കാരൻ ഇല്ല. അതിനാൽ ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളിൽ ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ വരാം. ലിക്വിഡ് ജനറൽ ഇത് ഒരു പൊതുവായ റിസ്ക്കാണ്. വരാം, വരാതിരിക്കാം. എന്നാൽ നമ്മുടെ യൂണിവേഴ്സ് അത്ര വലിയതും അത്ര ലിക്വിഡുമാണ്. അതിനാൽ ഈ പ്രശ്നം വളരെ കുറവാണ് വരുന്നത് എന്ന് കാണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതിനൊപ്പം തന്നെ ലിക്വിഡിറ്റിയും ലിക്വിഡിറ്റി റിസ്ക്കും എന്താണ്, ലിക്വിഡിറ്റിയെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതും നമുക്ക് അറിയേണ്ടതാണ്. ട്രേഡിംഗ് വോള്യം, സെറ്റിൽമെന്റ് പീരിയഡുകൾ, ട്രാൻസ്ഫർ പ്രൊസീജിയർ എന്നിവ. അതിനാൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽ വയ്ക്കണം. S4S ലിക്വിഡിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതാണ് പ്രധാനമായത്. രണ്ടാമത്തെ ജനറൽ റിസ്ക് ഫാക്ടർ ആണ് പലിശ നിരക്ക് റിസ്ക്. എപ്പോഴെങ്കിലും സാമ്പത്തിക വ്യവസ്ഥയിൽ പലിശ നിരക്കിൽ മാറ്റം വരുമ്പോൾ RBI പലിശ നിരക്കുകൾ ഉയർത്തുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ പലിശ നിരക്കിൽ ഉണ്ടാകുന്ന ഏത് വർധനവിനും കുറവിനും നേരിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് ബാധ ഉണ്ടാകും.
നമ്മുടെ പോർട്ട്ഫോളിയോയിലുണ്ടാകുന്ന ഈ ബാധ ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ, ഡെറ്റ് സ്കീമുകൾ, ഫിക്സ്ഡ് ഇൻകം എന്നിവയാണെങ്കിൽ കൂടുതൽ ശക്തമായിരിക്കും. എന്നാൽ ഇക്വിറ്റി സ്കീമുകളിലും പലിശ നിരക്കുകൾ ഉയരുകയോ താഴെയാകുകയോ ചെയ്യുന്നത് സ്വാധീനം ചെലുത്തും. എങ്ങനെ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡെറ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാമ്പത്തിക വ്യവസ്ഥയിൽ പലിശ നിരക്കും ബോണ്ട് വിലയും തമ്മിൽ വിപരീത ബന്ധമുണ്ടെന്ന് പറയാറുണ്ട്. പലിശ നിരക്കുകൾ ഉയരുമ്പോൾ ബോണ്ടുകളുടെ വില കുറയുന്നു. അതുപോലെ പലിശ നിരക്കുകൾ താഴെയാകുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ബോണ്ടിന്റെ മൂല്യം ഉയരുന്നു. കാരണം പുതിയ ബോണ്ടുകളിൽ പലിശ കുറവാണ് ലഭിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ കൈവശം വയ്ക്കുന്ന ബോണ്ടിന്റെ മൂല്യം ഉയരുന്നു. കാരണം ആരെങ്കിലും നിങ്ങളുടെ ബോണ്ട് വാങ്ങാൻ വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വില കൂടും. നിങ്ങളുടെ ബോണ്ട് പ്രീമിയത്തിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ ബോണ്ട് മാർക്കറ്റിലെ പലിശ നിരക്കിനേക്കാൾ കൂടുതലാണ് പലിശ നൽകുന്നത്. അതിനാൽ നിങ്ങൾ അത് വിൽക്കുകയാണെങ്കിൽ 100 രൂപയുടെ ബോണ്ട് ഒരു 105, ഒരു 106, ഒരു 107 രൂപ വരെ പോകാൻ സാധ്യതയുണ്ട്. ഇതിനെ പ്രീമിയം എന്ന് വിളിക്കുന്നു. അതിനാൽ പലിശ നിരക്ക് താഴുമ്പോൾ നിങ്ങളുടെ ബോണ്ടിന്റെ മൂല്യം ഉയരും. അതുപോലെ തന്നെ മറുവശവും സത്യമാണ്. പലിശ നിരക്കുകൾ ഉയർന്നാൽ നിങ്ങളുടെ ബോണ്ടിന്റെ മൂല്യം കുറയും. കാരണം നിങ്ങളുടെ ബോണ്ട് ഉദാഹരണത്തിന് 6% മാത്രം നൽകുന്നു. മാർക്കറ്റിൽ പലിശ നിരക്ക് ഉയർന്നാൽ പുതിയ ബോണ്ടുകൾ 7% ലഭ്യമാണ്. അതിനാൽ നിങ്ങൾ എല്ലാവരും പുതിയ ബോണ്ടുകളിലേക്കാണ് പോകുക. നിങ്ങൾക്ക് അത് വിൽക്കണം, പുതിയ ബോണ്ട് വാങ്ങണം എങ്കിൽ അതിന് ഡിസ്കൗണ്ട് നൽകേണ്ടി വരും. ഉദാഹരണത്തിന് ഒരു ബോണ്ടിന്റെ ഫേസ് വാല്യൂ 100 രൂപയാണെങ്കിൽ അത് നിങ്ങൾക്ക് 9.15, 9.14, 9.16 രൂപയ്ക്ക് വിൽക്കേണ്ടി വരാം. അതിനാലാണ് പലപ്പോഴും പല ഡെറ്റ് സ്കീമുകളിലും പലിശ നിരക്കുകളുടെ മാറ്റം കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത്. SRS ഇക്വിറ്റികളും പലിശ നിരക്കുകൾ ഉയരുന്നത് എങ്കിലും എവിടെയോ ഇക്വിറ്റി മാർക്കറ്റിനും അത് ഇഷ്ടമല്ല. കുറച്ച് കാലയളവിൽ മാർക്കറ്റ് വളരെ വോളറ്റൈൽ ആകുന്നതാണ് കാണാറുള്ളത്. RBI പലിശ നിരക്കുകൾ ഉയർത്തുമ്പോഴും അല്ലെങ്കിൽ മാർക്കറ്റിൽ പലിശ നിരക്കുകൾ ഉയരുന്ന സാഹചര്യം കാണുമ്പോഴും. മാർക്കറ്റിൽ തുടർച്ചയായി പലിശ നിരക്കുകൾ ഉയരുമ്പോൾ ഇക്വിറ്റി മാർക്കറ്റിന് അത് ഇഷ്ടമാകാറില്ല. പലിശ നിരക്കുകൾ ഉയരുന്നതിന്റെ ഫലമായി പുതിയ MSME മേഖലകളോ ബിസിനസ്സുകളോ അവരുടെ വർക്കിംഗ് ക്യാപിറ്റലിനായി ചില ലോൺ ആവശ്യപ്പെടേണ്ടി വരും. പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ലോൺ എടുക്കുമ്പോൾ അത് കൂടുതൽ ചെലവേറിയതായിരിക്കും. കാരണം പലിശ നിരക്കുകൾ ഉയർന്നതിനാൽ അവരുടെ EMIയും കൂടും. അപ്പോൾ ലോൺ ചെലവേറിയതാകുമ്പോൾ പുതിയ പ്ലെയർമാർ മാർക്കറ്റിൽ പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോഴും നിലവിലുള്ള പ്ലെയർമാർക്ക് ലോൺ എടുക്കേണ്ടി വന്നാലും അവർ പലപ്പോഴും അവരുടെ പദ്ധതികൾ എവിടെയോ വൈകിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി കമ്പനിയുടെ ലാഭം കുറയുകയും നേരിട്ട് GDPയിലും അതിന്റെ ബാധ കാണപ്പെടുകയും ചെയ്യുന്നു. ഏതെങ്കിലും വിധത്തിൽ കൂടുതൽ ബിസിനസ്സുകൾ ആരംഭിക്കുമ്പോൾ അത്രയധികം സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കും. അതിനാൽ നമ്മുടെ സമ്പദ്വ്യവസ്ഥയും അത്രയധികം മുന്നോട്ട് പോകും. പക്ഷേ പലപ്പോഴും പലിശ നിരക്കുകൾ സമ്പദ്വ്യവസ്ഥയിൽ ഉയരുകയോ തുടർച്ചയായി ഉയരുകയോ ചെയ്താൽ അതിന് എങ്ങനെയെങ്കിലും ബാധ ഉണ്ടാകും. നിലവിലുള്ള കമ്പനികളുടെ ലാഭപ്രാപ്തിക്കും പുതിയ കമ്പനികൾ തുടങ്ങുന്നതിലും പുതിയ കമ്പനികൾ വരുന്നതിലും ഇത് ബാധിക്കുന്നു. അതിനാലാണ് പലിശ നിരക്കുകൾ വളരെ വലിയ ഘടകമാണെന്ന് കാണപ്പെടുന്നത്. ഇത് പ്രത്യേകിച്ച് ഡെറ്റിൽ കൂടുതൽ ബാധ ഉണ്ടാക്കുന്നുവെങ്കിലും ഇക്വിറ്റികളിലും അതിന്റെ സ്വാധീനം കാണാം. പുനർനിക്ഷേപ അപകടസാധ്യത നോക്കുക. നാം ഏതെങ്കിലും ആസ്തി വിഭാഗത്തിൽ നിക്ഷേപം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില കാഷ് ഫ്ലോ ലഭിക്കാം. ഉദാഹരണത്തിന് നാം ഡെറ്റ് സ്കീമിൽ നിക്ഷേപം ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ഒരു ബോണ്ട് വാങ്ങിയിട്ടുണ്ടാകാം. ഇപ്പോൾ ബോണ്ടിൽ നിന്ന് നമുക്ക് ഒരു ശ്രേണിയിലുള്ള കാഷ് ഫ്ലോകൾ ലഭിക്കും. ഒരു നിശ്ചിത കൂപ്പൺ നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് ഒരു ബോണ്ട് ഉണ്ട്, 1,00,000 രൂപയുടെ ബോണ്ട് ആണ്. അത് നമുക്ക് 10% പലിശ നൽകുന്നുണ്ടെങ്കിൽ കൂടാതെ ക്വാർട്ടർലിയായി നൽകുന്നുണ്ടെങ്കിൽ ഓരോ ക്വാർട്ടറിലും 2.5% നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ നമുക്ക് 2.5% അഥവാ 2,500 രൂപ ഓരോ ക്വാർട്ടറിലും ലഭിക്കുന്നുണ്ട്. എന്നാൽ അതെ 10% പലിശ നിരക്കിൽ തന്നെ നാം വീണ്ടും നിക്ഷേപിക്കാൻ കഴിയില്ലായിരിക്കാം. മാർക്കറ്റിൽ പലിശ നിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. ഇതിനെ റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്നാണ് വിളിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റിയെ അതേ ടൈമിലോ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം നിക്ഷേപിച്ച യീൽഡിലോ വീണ്ടും നിക്ഷേപിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇതിനെ റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ഇതിന് വലിയ പ്രഭാവമില്ല. എങ്കിലും ഗണിതപരമായി നോക്കുമ്പോൾ അതിന് ഒരു സ്വാധീനം ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയ റിസ്ക് വളരെ വലിയ ഒരു ഘടകമാണ്. വീണ്ടും റിസ്ക് എന്നത് റിസ്ക് തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള ആശങ്ക. രാഷ്ട്രീയം എന്നത് മാർക്കറ്റ് ഒരു സ്ഥിരതയുള്ള സർക്കാർ ആഗ്രഹിക്കുന്നു എന്നതാണ് അർത്ഥം. ഏതെങ്കിലും സാമ്പത്തിക വ്യവസ്ഥയിൽ സ്ഥിരതയുള്ള സർക്കാർ ഉണ്ടെങ്കിൽ മാർക്കറ്റിന് അത് ഇഷ്ടമാണ്. സ്ഥിരതയുള്ള സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും സ്ഥിരതയുള്ളതായിരിക്കും. അല്ലെങ്കിൽ ഓരോ 5 വർഷത്തിലും സർക്കാർ മാറുന്നുണ്ടെങ്കിൽ അത് ഇക്വിറ്റി മാർക്കറ്റുകൾക്കും മാർക്കറ്റിനും എങ്ങനെയെങ്കിലും ഇഷ്ടമല്ല. കാരണം നിലവിലുള്ള പദ്ധതികൾക്ക് തടസ്സം നേരിടേണ്ടി വരും. പുതിയ സർക്കാർ വരുമ്പോൾ അവർ അവരുടെ പുതിയ പദ്ധതികളുമായി വരുന്നു. അതിനാൽ ഇക്വിറ്റി മാർക്കറ്റ് അത്യന്തം സെൻസിറ്റീവാണ്. രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ മാറ്റം സംഭവിച്ചാൽ വലിയ സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ഒരു വലിയ സംസ്ഥാനത്തിൽ അകത്തുള്ള തിരഞ്ഞെടുപ്പുകൾ ഉണ്ടെങ്കിൽ പോലും അതിനെ ഇക്വിറ്റി മാർക്കറ്റ് വളരെ ശ്രദ്ധയോടെ നോക്കുന്നു. അതിനാൽ മാർക്കറ്റ് ആശയപ്പെടുന്നത് ഈ രാഷ്ട്രീയ മാറ്റം സംഭവിക്കണം എന്ന് മാർക്കറ്റ് കരുതുമ്പോഴും അത് സംഭവിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ മാറ്റം സംഭവിക്കരുത് എന്ന് മാർക്കറ്റ് കരുതുമ്പോഴും അത് സംഭവിച്ചാൽ അത്തരം സാഹചര്യങ്ങൾ മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിക്കാം.
കുറച്ച് കാലയളവിൽ മാത്രമേ അതിൻ്റെ ബാധ ഉണ്ടാകൂ, പക്ഷേ ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ GDP വളരെയധികം വളരുകയാണ്, നിങ്ങളുടെ സ്ഥിതി നല്ലതാണ്, നിങ്ങളുടെ സാമ്പത്തികം നല്ല രീതിയിൽ മുന്നേറുകയാണ്. നിങ്ങളുടെ കമ്പനികളുടെ വരുമാനം നല്ല രീതിയിൽ മുന്നേറുകയാണെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അത്ര വലിയ സ്വാധീനം ഉണ്ടാകില്ല. പക്ഷേ കുറച്ച് കാലയളവിൽ നോക്കുമ്പോൾ രാഷ്ട്രീയ ഘടകങ്ങൾ നിങ്ങളുടെ വരുമാനത്തെ ബാധിക്കാം. സാമ്പത്തിക വളർച്ചയിൽ കുറവ് വരികയും സാമ്പത്തികത്തിൽ മന്ദഗതിയുണ്ടാകുകയും സാമ്പത്തിക കുറവ് കൂടുകയും ചെയ്യുന്നുവെന്ന് കാണപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം സാമ്പത്തിക വളർച്ചയെ കുറച്ച് മന്ദഗതിയിലാക്കുന്നു. GDP വളർച്ചാ നിരക്കിൽ തടസ്സം ഉണ്ടാകുന്നു. GDP അത്ര വേഗത്തിൽ വളരുന്നില്ല. അതിനാൽ സാമ്പത്തികത്തെ വ്യത്യസ്തമായി ബാധിക്കുന്ന നിരവധി കാര്യങ്ങൾ ഉണ്ട്. ഇവയെല്ലാം സാമ്പത്തിക അപകടസാധ്യതകൾ എന്നാണ് വിളിക്കുന്നത്. അടുത്തത് വിദേശ കറൻസി അപകടസാധ്യതയാണ്. നിങ്ങളുടെ നിക്ഷേപം അല്ലെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ NRൽ നിശ്ചയിച്ചിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മൂല്യനിർണ്ണയം NRൽ ആയിരിക്കാം. അതിനാൽ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർക്ക് അവർക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ലഭിക്കും, യൂണിറ്റുകൾ ലഭിക്കും, ഇന്ത്യക്കാർക്ക് അവ രൂപയിൽ ലഭിക്കും. എന്നാൽ കറൻസി മൂവ്മെൻറ്റും ഉയർന്ന ഡിമാൻഡും സപ്ലൈയും കാരണം അവർക്ക് അവരുടെ കറൻസിയിൽ യഥാർത്ഥത്തിൽ ലഭിക്കുന്ന മൂല്യം കുറവായിരിക്കാം അല്ലെങ്കിൽ കൂടുതലായിരിക്കാം. അതിനാൽ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് ഒരു തരത്തിൽ ഒരു റിസ്ക് ആണ്. കാരണം ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ എല്ലാം രൂപയിൽ നിക്ഷേപിക്കപ്പെട്ടവയാണ്. അവരുടെ കറൻസി രൂപയ്ക്കെതിരെ മൂല്യഹീനമാക്കുകയാണെങ്കിൽ റിഡംഷൻ സമയത്ത് അവർ 100 രൂപ റിഡീം ചെയ്താലും അവരുടെ കറൻസി 2% വരെ മൂല്യഹീനമായാൽ, ഉദാഹരണത്തിന്, അവർക്ക് 98 രൂപ മാത്രമേ ലഭിക്കൂ. ഇവിടെ റിട്ടേൺ ഉണ്ടായി, പക്ഷേ കറൻസി അസന്തുലിതത്വം കാരണം അവരുടെ റിട്ടേൺ കുറയുകയായിരുന്നു. കൂടുതലായും ആകാം. അതിനാൽ ഇതിനെ ഫോറിൻ കറൻസി റിസ്ക് എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ യൂണിറ്റുകൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസ്ക്. ഇന്ന് നാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി യൂണിറ്റുകൾ വാങ്ങുന്നു. മ്യൂച്വൽ ഫണ്ടുകൾക്ക് BSEയുടെ സ്റ്റാർ MFഉം NSEയുടെ NSE MFഉം ഉണ്ട്. രണ്ടിലും ഇത് റിസ്ക് അല്ല, എന്നാൽ റിസ്ക് ഉണ്ടെന്ന് പറയാം. എന്നാൽ ചിലപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലും ഏതെങ്കിലും പ്രശ്നം വരാം. ഓർഡർ പ്രോസസ്സിംഗിലും സെറ്റിൽമെൻറ്റിലും ക്ലിയറിംഗ് കോർപ്പറേഷനിലും ഡാറ്റ അയക്കുന്നതിലും ചില റിസ്കുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ കൂടുതലായും ട്രാൻസാക്ഷനുകൾ വളരെ സ്മൂത്തായി പ്രോസസ്സ് ചെയ്യപ്പെടുന്നു. എങ്കിലും ഒരിക്കൽ എങ്കിലും റിസ്ക് ഉണ്ടാകുന്നുവെങ്കിൽ അതിനാൽ തന്നെ ഇത് ജനറൽ റിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്ക് അറിയേണ്ടതാണ്. മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇതിൽ യാതൊരു നിയന്ത്രണവും ഇല്ല. മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ പ്രോസസ്സിംഗ് BSEയും NSEയും ആണ് നടത്തുന്നത്. അതിനാൽ ചിലപ്പോൾ ട്രാൻസാക്ഷനിൽ ഡിലേ സംഭവിച്ചാൽ മ്യൂച്വൽ ഫണ്ടുകൾക്ക് അതിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ മ്യൂച്വൽ ഫണ്ട് കമ്പനിയെക്കുറിച്ചാണ് പറയുന്നത്. അതിനാൽ ഇതും ഒരു തരത്തിലുള്ള റിസ്ക് തന്നെയാണ്. ഇവയാണ് എല്ലാ സ്കീമുകളിലും ബാധകമായ പൊതുവായ റിസ്ക് ഘടകങ്ങൾ. ഇപ്പോൾ നാം സ്കീം സ്പെസിഫിക് റിസ്ക് ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അതിൽ ആദ്യം വരുന്നത് ഇക്വിറ്റിയും ഇക്വിറ്റി സംബന്ധമായ ഇൻസ്ട്രുമെൻറ്റുകളുമായി ബന്ധപ്പെട്ട റിസ്ക് ആണ്. ഇക്വിറ്റികളിലോ ഇക്വിറ്റി സംബന്ധമായ ഇൻസ്ട്രുമെൻറ്റുകളിലോ പണം പോകുമ്പോൾ ആണ്. അപ്പോൾ നാം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റിസ്ക്? നമ്മുടെ പോർട്ട്ഫോളിയോ മൈനസിലേക്കും പോകാമോ? നമ്മുടെ മൂലധനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ നാം എത്ര റിസ്ക് എടുക്കുമ്പോൾ എത്ര റിട്ടേൺ ലഭിക്കും? അവസാനമായി റിസ്ക് ഉണ്ട്. എന്താണ് അതോ? ഒരാൾ എങ്ങനെയാണ് മേജർ ആകുന്നത്? അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഇക്വിറ്റിയും ഇക്വിറ്റി സംബന്ധമായ ഇൻസ്ട്രുമെൻറ്റുകളും വളരെ വോളറ്റൈൽ ആണ്. ദിവസേന മൂല്യത്തിൽ മാറ്റം വരാൻ സാധ്യതയുള്ളവയാണ്. അവയുടെ വിലയിൽ വരുന്ന മാറ്റം ദിവസേനയും ഡിമാൻഡ് സപ്ലൈ അടിസ്ഥാനത്തിലുമാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും ഇക്വിറ്റി ആണെങ്കിൽ ഏത് കമ്പനിയുടേതായാലും ഏത് മാർക്കറ്റ് സാഹചര്യമായാലും. ഉദാഹരണത്തിന് ഞാൻ SBI ബാങ്കിനെക്കുറിച്ച് പറയാം. SBIയിൽ ഇന്ന് നല്ല ഡിമാൻഡോ അല്ലെങ്കിൽ മാർക്കറ്റ് പ്രതീക്ഷിച്ചതുപോലെ നല്ല ഫലങ്ങളോ വന്നാൽ ആ സ്റ്റോക്ക് വേഗത്തിൽ ഉയരും, നിക്ഷേപകർക്ക് നല്ല റിട്ടേൺസും ലഭിക്കും. പക്ഷേ ക്വാർട്ടർലി ഫലങ്ങൾ തന്നെ നല്ലതല്ലെങ്കിൽ ആ സ്റ്റോക്ക് താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കമ്പനി സ്ഥിരമായി വരുമാനം വർദ്ധിപ്പിക്കാതെ ഇരിക്കാം. ഏതെങ്കിലും കാരണത്താൽ കമ്പനിക്ക് നഷ്ടങ്ങൾ സംഭവിച്ചാൽ അതും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ബാധം ചെലുത്തും. അതിനാലാണ് ഫണ്ട് മാനേജർമാർ വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ വേണ്ടി പോർട്ട്ഫോളിയോ തിരഞ്ഞെടുക്കുന്നത്. ചില റിസ്കുകൾ ഫണ്ട് മാനേജർ അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. ചില റിസ്കുകൾ ഉണ്ട്, അവ നമുക്ക് കുറയ്ക്കാൻ കഴിയില്ല. അവൻ കൂടുതൽ പഠിക്കും. അവ എന്താണ്? S4S ഇക്വിറ്റി എന്നതിൽ ഇക്വിറ്റികളുമായി ബന്ധപ്പെട്ട പ്രധാന റിസ്ക് അവ വളരെ വോളറ്റൈൽ ആണെന്നതാണ്. അവയുടെ വിലകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, അതും സാമ്പത്തിക സാഹചര്യങ്ങൾക്കുമാണ് ആശ്രയിക്കുന്നത്. നാം വീണ്ടും രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കും അതുപോലെ തന്നെ പലിശ നിരക്കുകൾക്കും ഇതാശ്രയിച്ചിരിക്കും. അതിനാൽ സാമ്പത്തിക രംഗത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ആദ്യത്തെ പ്രഭാവം ഇക്വിറ്റി മാർക്കറ്റുകളിലാണ് കാണപ്പെടുന്നത്. 2008 സബ്പ്രൈം പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇക്വിറ്റിയിലും ബാധിച്ചു.
അതിനുശേഷം 2014 എൻ.ഡി.എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റ് വളരെയധികം ഉയർന്നു. 2008 സബ്പ്രൈം പ്രതിസന്ധിയുടെ കാരണം ഇക്വിറ്റി മാർക്കറ്റ് ഇടിഞ്ഞു പോയിരുന്നു. ഇപ്പോഴത്തെ അടുത്ത ഉദാഹരണം കോവിഡാണ്. 2020 കോവിഡിന്റെ വരവോടെ ഇക്വിറ്റി മാർക്കറ്റ് തകർന്നുപോയി. ഏകദേശം 35% വരെ 12,000 പോയിന്റ് ആയിരുന്ന നിഫ്റ്റി 7,000 പോയിന്റിലേക്ക് താഴെ വന്നു. പക്ഷേ വീണ്ടും നല്ല രീതിയിൽ തിരിച്ചുവരവുണ്ടായി, കാരണം നമ്മുടെ അടിസ്ഥാന ഘടകങ്ങൾ ശക്തമാണ്. എങ്കിലും വീണ്ടും പറയേണ്ടി വരുന്നു, കുറച്ചു കാലയളവിൽ ഇക്വിറ്റിയുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രുമെന്റുകളും അപകടകരവും അത്രയും അസ്ഥിരവുമാണ്. അതിനാലാണ് പറയുന്നത്, നിങ്ങൾ ഇക്വിറ്റിയിൽ നിക്ഷേപം ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൃശ്യം ദീർഘകാലത്തേക്കായിരിക്കണം. ഒരു സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഒരു ബിസിനസ് ചക്രം പൂർണ്ണമായി പൂർത്തിയാക്കാൻ അവസരം നൽകുക. മന്ദി, പുനരുജ്ജീവനം, മാന്ദ്യം എന്നിവയെല്ലാം കഴിഞ്ഞ് 8 വർഷത്തിനുള്ളിൽ ഇക്വിറ്റികൾ നിങ്ങൾക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കും. കൂടാതെ ഒരു വ്യക്തി 10 വർഷം മുഴുവൻ ഇക്വിറ്റിയിൽ നിക്ഷേപിച്ചിരിക്കുകയാണെങ്കിൽ നഷ്ടത്തിൽ റിട്ടേൺ ലഭിക്കുന്ന സാധ്യത വളരെ കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാലാണ് നിങ്ങൾ ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപം തുടരുക എന്നതാണ് ഉചിതം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച ഇക്വിറ്റിയിലെ റിസ്ക്. ഇപ്പോൾ നാം ചർച്ച ചെയ്യാം ഷോർട്ട് സെല്ലിംഗുമായി ബന്ധപ്പെട്ട റിസ്ക്. അതിനു മുമ്പ് നമുക്ക് മനസ്സിലാക്കണം ഷോർട്ട് സെല്ലിംഗ് എന്നത് എന്താണ് എന്ന്. നിങ്ങൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഷെയർ വിൽക്കാൻ കഴിയും, ബൈ പൊസിഷൻ ഇല്ലാതെയും. അർത്ഥം, നിങ്ങളുടെ കയ്യിൽ ആ ഷെയർ ഇല്ല, നിങ്ങൾ അത് വാങ്ങിയിട്ടില്ല, എങ്കിലും അതിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാൻ കഴിയും. അർത്ഥം, അതിനെ വിൽക്കാൻ കഴിയും. അതിൽ ലാഭം എന്താണ്? അതിൽ ലാഭം എന്നതാണ് ഒരു ഇൻവെസ്റ്റർ ഷെയർ പ്രൈസ് താഴേക്ക് വരുമ്പോൾ നിങ്ങൾ അത് മൈനസിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷെയർ പ്രൈസ് താഴേക്ക് വന്നാൽ അത്രയും നിങ്ങൾക്ക് ലാഭം ലഭിക്കും. മാർക്കറ്റിൽ 2 രീതിയിൽ പണം സമ്പാദിക്കാം. നിങ്ങൾ വാങ്ങിയാൽ പിന്നീട് വിൽക്കുമ്പോൾ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം, അതിനെയാണ് നാം ലോങ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഏതെങ്കിലും സ്റ്റോക്കിൽ ഷോർട്ട് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ അതിനെ വിൽക്കുകയാണെങ്കിൽ ആ സ്റ്റോക്ക് എത്ര താഴേക്ക് പോകും അത്രയും നിങ്ങൾക്ക് ലാഭം ലഭിക്കും. അവസാനത്തിൽ അതിനെ നിങ്ങൾ സ്ക്വയർ ഓഫ് ചെയ്യണം. ഇനി ഇതിലെ റിസ്ക് എന്താണ്? ഷോർട്ട് സെല്ലിംഗിലെ റിസ്ക് എന്തെന്നാൽ നിങ്ങൾ ആ പ്രത്യേക സെക്യൂരിറ്റിയോ സ്റ്റോക്കിനെയോ ഷോർട്ട് ചെയ്തിരിക്കുന്നു, അതായത് മൈനസ് ചെയ്തിരിക്കുന്നു, എന്നാൽ ആ സ്റ്റോക്ക് വില ഉയരാൻ തുടങ്ങുന്നു. നാം സ്റ്റോക്ക് വാങ്ങുമ്പോൾ വില താഴേക്ക് പോകുമ്പോൾ നമുക്ക് നഷ്ടം തുടങ്ങുന്ന പോലെ തന്നെയാണ് നമ്മുടെ ബൈയിങ് വിലയിൽ നിന്ന് സ്റ്റോക്ക് വില താഴേക്ക് പോകുമ്പോൾ. ഇവിടെ കേസ് അതിൻ്റെ വിപരീതമാണ്. നാം അത് ഷോർട്ട് ചെയ്താൽ ആ സ്റ്റോക്ക് വില എത്രയോ ഉയരുമ്പോൾ അത്രയും നമുക്ക് നഷ്ടം ഉണ്ടാകും. അതിനാൽ അതാണ് ഷോർട്ട് സെല്ലിംഗുമായി ബന്ധപ്പെട്ട റിസ്ക്കും മിഡ് ആൻഡ് സ്മോൾ ക്യാപ് കമ്പനികളുമായി ബന്ധപ്പെട്ട റിസ്ക്കും. മിഡ് ആൻഡ് സ്മോൾ ക്യാപ് കമ്പനികളിൽ നിക്ഷേപിക്കുമ്പോൾ എന്താണ് റിസ്ക്? അതിനു മുമ്പ് നമുക്ക് മനസ്സിലാക്കേണ്ടത് സ്മോൾ ക്യാപ് കമ്പനികൾ എന്നത് എന്താണ് എന്നതും ഇതിൽ മറ്റൊരു ക്യാപ് ഉണ്ട്, അതാണ് നാം ലാർജ് ക്യാപ് എന്ന് വിളിക്കുന്നത്. അതിനാൽ നാം ആദ്യം ഈ 3 കാര്യങ്ങളും നോക്കാം. ഏതെങ്കിലും ഫിനാൻസ് പുസ്തകത്തിലും ഈ ക്യാപ്സിന്റെ നിർവചനം ഹിന്ദിയിൽ നൽകിയിട്ടില്ല, കാരണം നമ്മുടെ ലാർജ് ക്യാപ് അമേരിക്കയ്ക്ക് സ്മോൾ ക്യാപ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്മോൾ ക്യാപ് പാകിസ്ഥാനിന് ലാർജ് ക്യാപ് ആയിരിക്കാം. അതിനാൽ ഈ സ്മോൾ ക്യാപ്, ലാർജ് ക്യാപ്, മിഡ് ക്യാപ് എന്നിവയുടെ നിർവചനം ഇവ ഇക്കണോമി തോറും വ്യത്യാസപ്പെടുന്നു. പക്ഷേ അവർ നമ്മോട് പറഞ്ഞതുപോലെ തന്നെ 5 പ്രധാന കാര്യങ്ങൾ അനുസരിച്ചാണ് ഇത്. എക്സാമിൽ ഈ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ അതനുസരിച്ച് നാം തയ്യാറെടുക്കണം. അതിനാൽ ഇതിൽ പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് ആദ്യത്തെ 1 മുതൽ 100 സ്ഥാനത്തുള്ള കമ്പനികൾ, അതായത് ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ആദ്യത്തെ 100 കമ്പനികൾ, ഇവയെ ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പരിഗണിക്കും. അതിനാൽ ലാർജ് ക്യാപ് കമ്പനി ഏതാണ്? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് 1 മുതൽ 100 സ്ഥാനത്തുള്ളോ? എന്നാൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നത് എന്താണ്? വിപണിയിൽ നിലവിലുള്ളതോ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതോ ആയ ഓഹരികളുടെ എണ്ണം കൊണ്ട് സ്റ്റോക്ക് വില ഗുണിച്ചാൽ കിട്ടുന്ന ഫലം. മാർക്കറ്റിൽ എത്ര ഷെയറുകൾ ഫ്ലോട്ട് ചെയ്യുന്നു അവയെല്ലാം ഷെയറുകളുടെ എണ്ണത്തിൽ ഗുണിച്ചാൽ അതാണ് നമ്മുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതിനാൽ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള വലിയ കമ്പനികൾ, അങ്ങനെ 1 മുതൽ 100 സ്ഥാനത്തുള്ള കമ്പനികളെ ലാർജ് ക്യാപ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. ഇതിനുശേഷം 2ാം വിഭാഗം മിഡ് ക്യാപ് ആണ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അനുസരിച്ച് 101 സ്ഥാനത്ത് നിന്ന് 250 സ്ഥാനത്തുള്ള കമ്പനികൾ മിഡ് ക്യാപ് വിഭാഗത്തിൽ വരും. അതിനുശേഷം 251 സ്ഥാനത്ത് നിന്ന് ബാക്കിയുള്ള എല്ലാ കമ്പനികളും സ്മോൾ ക്യാപ് വിഭാഗത്തിൽ ഉൾപ്പെടും. അതിനാൽ അനാസമിൽ ചോദ്യം വരുമ്പോൾ മിഡ് ക്യാപ് കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എവിടെയാണ് വരുന്നതെന്ന് എളുപ്പത്തിൽ ഉത്തരം പറയാൻ കഴിയും. ആദ്യത്തെ 100 എണ്ണം ലാർജ് ക്യാപ്, 101 സ്ഥാനത്ത് നിന്ന് 250 സ്ഥാനത്തുള്ളവ മിഡ് ക്യാപ്, 250 സ്ഥാനത്തിന് ശേഷം ബാക്കിയുള്ളവ എല്ലാം സ്മോൾ ക്യാപ്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് കമ്പനികളിൽ എന്താണ് റിസ്ക്? നോക്കൂ, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് എന്നത് ആ കമ്പനികളാണ്. ആദ്യം ലാർജ് ക്യാപ് കമ്പനികളെക്കുറിച്ച് സംസാരിക്കാം. ലാർജ് ക്യാപ് എന്നത് വളരെ വലുതായ കമ്പനികളാണ്. അവ സാമ്പത്തികമായും അടിസ്ഥാനപരമായും ശക്തമായ കമ്പനികളാണ്. ഇവയുടെ നിലനിൽപ്പ് ഏകദേശം 20 കുറയ്ക്കുക 25 വർഷമായി തുടരുന്നു. ഇപ്പോൾ അവരുടെ സ്റ്റോക്ക് വിലകൾ വളരെ നല്ല റിട്ടേൺ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആ വളർച്ച അവർ നിലനിർത്തേണ്ടതുണ്ട്.
നിങ്ങൾ അവരുടെ സ്റ്റോക്ക് വിലയുടെ ചാർട്ട് നോക്കിയാൽ അതിവേഗം മുകളിലേക്ക് പോകുന്നത് കാണാം. പക്ഷേ ഇപ്പോൾ അവരുടെ വളർച്ച സാധാരണ നിരക്കിൽ മാത്രമേ മുന്നോട്ട് പോകൂ, കാരണം അവർ ഇത്ര വലിയ ലാർജ് ക്യാപ്പ് ആയി മാറിയിട്ടുണ്ട്. മിഡ് ക്യാപ്പ് കമ്പനികൾ എന്നത് അടുത്ത ലാർജ് ക്യാപ്പ് ആകാൻ പോകുന്നവയാണ്. അവരുടെ ഉൽപ്പന്നം വിപണിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉൽപ്പന്നം നന്നായി പ്രവർത്തിക്കുന്നു. അവരുടെ മൂലധനം അവർക്ക് റിട്ടേൺ നൽകാൻ തുടങ്ങിക്കഴിഞ്ഞു. കമ്പനികൾക്ക് ലാഭം ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ വരുമാനം ഇനിയും വർദ്ധിക്കും. 5 മുതൽ 10 വർഷങ്ങൾക്ക് ശേഷം ആ കമ്പനി ലാർജ് ക്യാപ്പ് ആകും. അതിനേക്കാൾ ചെറുതായുള്ള കമ്പനി സ്മോൾ ക്യാപ്പ് ആയി വരും. അവൾ നല്ല രീതിയിൽ സ്ഥാപിതമായ കമ്പനികളാണ്, സ്ഥാപിതമായിരിക്കുന്നു. അവർക്ക് ആശയമുണ്ട്. അവരുടെ ഉൽപ്പന്നം മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ സ്റ്റോക്ക് വളരെ അസ്ഥിരമായിരിക്കും, കാരണം ഈ സമയത്ത് പരാജയപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിനാൽ സ്മോൾ ക്യാപ് ഷെയറുകൾ നിങ്ങൾക്ക് പലമടങ്ങ് ലാഭം നൽകാനും കഴിയും. അതുപോലെ തന്നെ സ്മോൾ ക്യാപ് ഷെയറുകൾ നിങ്ങളുടെ മൂലധനം പൂർണ്ണമായും നഷ്ടപ്പെടുത്താനും ഇടയാക്കാം. അതിനാൽ ഈ രീതിയിൽ സ്മോൾ ക്യാപ്പിലെ റിസ്ക് ഇതാണ്. മിഡ് ക്യാപ് സ്റ്റോക്കുകളും അസ്ഥിരമായിരിക്കും, പക്ഷേ ഉയർന്ന ലിക്വിഡിറ്റി കാരണം സ്മോൾ ക്യാപ്പ്, ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളുടെ അത്രയും അസ്ഥിരമായിരിക്കില്ല. ഒരു ലാർജ് ക്യാപ് സ്റ്റോക്കിനെ കുലുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ലാർജ് ക്യാപ് എന്നത് വലിയ കമ്പനികൾ ആയതിനാൽ അവർക്കുള്ള ഷെയറുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അവിടെ അത്രയേറെ ഷെയറുകൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നു. കൂടാതെ ബയറും സെല്ലറും വളരെ സജീവമാണ്. ലിക്വിഡിറ്റി വളരെ കൂടുതലാണ്, പക്ഷേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വലിയ ഫാക്ടേഴ്സ് കാരണം ഇവിടെ വോളറ്റിലിറ്റി ഉണ്ടാകാറുണ്ട്. പക്ഷേ താരതമ്യേന നോക്കുമ്പോൾ ലാർജ് ക്യാപ് ഷെയറുകൾ എളുപ്പത്തിൽ വളരുന്നു. സാധാരണ റേറ്റിൽ ഇവ വളരുന്നു. മിഡ് ക്യാപ് ഷെയറുകൾക്ക് കുറച്ച് കൂടുതൽ വോളറ്റിലിറ്റിയുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വോളറ്റൈൽ ആയത് ഷെയറുകളും സ്റ്റോക്കുകളുമാണ്. അതിനാൽ മാർക്കറ്റിൽ ഇവയുടെ മൂവ്മെന്റ് എങ്ങനെയാണ് എന്നതും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഡെറിവേറ്റീവുകളുമായി ബന്ധപ്പെട്ട റിസ്ക്. ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി സെബിയും RBIയും നിന്ന് ഡെറിവേറ്റീവുകളിൽ നിക്ഷേപിക്കാൻ അനുമതി ചോദിച്ചാൽ, അവർക്ക് അനുമതി ലഭിച്ചാൽ ഒരു പരിധിവരെ അവർക്ക് ഡെറിവേറ്റീവുകളിൽ നിക്ഷേപിക്കാൻ കഴിയും. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഡെറിവേറ്റീവുകൾ വലിയ നാശം വിതയ്ക്കുന്ന ആയുധങ്ങളാണ്. ഡെറിവേറ്റീവുകളിൽ ലിവറേജ് പൊസിഷൻ ഉണ്ടാകുന്നതിനാൽ ഫണ്ട് മാനേജർമാർ അവയിൽ പണം നിക്ഷേപിക്കാറില്ല. അവർ സാധാരണയായി ബൈ ആൻഡ് ഹോൾഡ് എന്ന തന്ത്രമാണ് സ്വീകരിക്കുന്നത്. അതിനാലാണ് ഡെറിവേറ്റീവുകളിൽ മ്യൂച്വൽ ഫണ്ടുകൾ പണം നിക്ഷേപിക്കാത്തത്. പക്ഷേ ഒരു പരിധിവരെ നിങ്ങൾ സെബിയും RBIയുടെയും അനുമതി വാങ്ങിയാൽ, അത് ലഭിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നിക്ഷേപം നടത്താൻ കഴിയും. ഇപ്പോൾ നാം ഡെറ്റ് ഫണ്ടുകളുമായി ബന്ധപ്പെട്ട റിസ്ക് സംബന്ധിച്ച് സംസാരിക്കാം. ആദ്യം വരുന്നത് റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ആണ്. നോക്കൂ, ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്താണെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ലഭിക്കുന്ന ക്യാഷ് ഫ്ലോകളുടെ ഒരു ശ്രേണിയാണ് ഇത്. അവയെ അതേ പഴയ നിരക്കിൽ വീണ്ടും നിക്ഷേപിക്കാൻ കഴിയാത്തത്, അതായത് നാം ആദ്യം നിക്ഷേപിച്ച സമയത്തെ നിരക്കിൽ, ഇതിനെ തന്നെ നാം റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക് എന്ന് വിളിക്കുന്നു. ബോണ്ടുകളിൽ ക്യാഷ് ഫ്ലോകളുടെ ഒരു ശ്രേണി ലഭിക്കും. ആ ക്യാഷ് ഫ്ലോകൾ വീണ്ടും അതേ നിരക്കിൽ നിക്ഷേപിക്കാൻ കഴിയാത്തതാണ് ഈ റിസ്ക്. മാർക്കറ്റിൽ പലിശ നിരക്ക് താഴേക്ക് വന്നാൽ അതാണ് റീഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. അതിനുശേഷം വരുന്നത് പലിശ നിരക്ക് റിസ്ക് ആണ്. വീഡിയോയിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ബോണ്ട് വിലയും മാർക്കറ്റിലെ പലിശ നിരക്കുകളും തമ്മിൽ ഒരു വിപരീത ബന്ധം ഉണ്ട്. അതിനാൽ പലിശ നിരക്കുകൾ ഉയർന്നാൽ ബോണ്ട് വില താഴേക്ക് പോകും. ബൈ സർവീസ് റേറ്റിംഗ്, മൈഗ്രേഷൻ റിസ്ക്. ഏതെങ്കിലും ഡെറ്റ് സെക്യൂരിറ്റിക്ക് ഒരു റേറ്റിംഗ് ഉണ്ടാകും. AAA മുതൽ D വരെ റേറ്റിംഗുകൾ ഉണ്ട്. AAA ഏറ്റവും സുരക്ഷിതമായതും D ഡിഫോൾട്ട് എന്നതുമാണ്. അതിനാൽ ഇതിൻ്റെ ഇടയിൽ റേറ്റിംഗുകൾ ഉണ്ടാകും. നാം ഏതെങ്കിലും ഡെറ്റ് സെക്യൂരിറ്റിയിൽ നിക്ഷേപിക്കുമ്പോൾ, ഉദാഹരണത്തിന് അതിൻ്റെ റേറ്റിംഗ് A അല്ലെങ്കിൽ A+ ആണെങ്കിൽ, എന്നാൽ സമയത്തിനിടെ അതിൻ്റെ റേറ്റിംഗ് താഴേക്ക് പോയാൽ, അപ്പോൾ നമുക്ക് ആ റിസ്ക് ഏറ്റെടുക്കേണ്ടി വരും. ആ റിസ്ക് ആ ഡെറ്റ് സെക്യൂരിറ്റിയിൽ നമുക്ക് നേരിടേണ്ടി വരും. ഇതിനെ റേറ്റിംഗ് മൈഗ്രേഷൻ റിസ്ക് എന്നാണ് വിളിക്കുന്നത്. ഇത് എന്താണ് റിസ്ക്? ക്രെഡിറ്റ് ഡിഫോൾട്ട് എന്നതാണ് റിസ്ക്. ഉദാഹരണത്തിന്, ഡിഫോൾട്ട് എന്നത് പ്രിൻസിപ്പലും ഇൻട്രസ്റ്റ് പേയ്മെൻറ്റുകളും ബോറോയർ നൽകാതിരിക്കുക എന്നതാണ്. അതായത് നിങ്ങൾക്ക് പണം നൽകിയ വ്യക്തി നിങ്ങളുടെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് നൽകാൻ കഴിയാതിരിക്കുക. ഇതാണ് റിസ്ക്. അതിനാൽ നാം D റേറ്റിംഗിലേക്ക് പോകുമ്പോൾ ആ ഡെറ്റ് കൂടിക്കൊണ്ടിരിക്കും. അതിനാൽ ഏതെങ്കിലും റേറ്റിംഗിൽ ഡിഫോൾട്ട് സംഭവിച്ചാൽ അതിന് ആ പ്രത്യേക ഡെറ്റ് സെക്യൂരിറ്റിയിലേക്ക് വളരെ വലിയ ഒരു ബാധ ഉണ്ടാകും. ഇപ്പോൾ നാം ക്രെഡിറ്റ് റിസ്കിനെക്കുറിച്ച് സംസാരിക്കാം. ഇഷ്യൂവറുടെ പലിശയും പ്രിൻസിപ്പൽ പേയ്മെൻറ്റുകളും നൽകാനുള്ള ശേഷി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു ഇഷ്യൂവർ അഥവാ ഡെറ്റ് സെക്യൂരിറ്റി ഇറക്കിയ വ്യക്തി പലിശയോ പ്രിൻസിപ്പൽ പേയ്മെൻറ്റുകളോ നൽകുന്നതിൽ ഡിഫോൾട്ട് ചെയ്യുകയോ ചെയ്യാൻ സാധ്യതയുണ്ടാകുകയോ ചെയ്താൽ അതിനെ നാം ക്രെഡിറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നു. നമുക്ക് പലിശ ലഭിക്കാത്തതോ പ്രിൻസിപ്പൽ പേയ്മെൻറ്റ് തിരികെ ലഭിക്കാത്തതോ സംഭവിക്കുമ്പോൾ അതാണ് ക്രെഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, ഒരു റേറ്റിംഗ് ഡിയിലേക്ക് പോകുമ്പോൾ ക്രെഡിറ്റ് റിസ്ക് കൂടിക്കൊണ്ടിരിക്കുന്നു, അഥവാ ഇഷ്യൂവർക്ക് പലിശയും പ്രിൻസിപ്പൽ പേയ്മെൻറ്റുകളും നൽകാൻ കഴിയാത്ത സാധ്യതയും കൂടുന്നു. AAA ഏറ്റവും സുരക്ഷിതമെന്ന് കണക്കാക്കുന്നു, കാരണം പ്രിൻസിപ്പലും പലിശയും നമുക്ക് തിരിച്ചു കിട്ടും. അതിനാൽ ഡെറ്റ് സെക്യൂരിറ്റികളിൽ ഈ റിസ്ക് ഉണ്ട്.
ഇത് ക്രെഡിറ്റ് റിസ്ക് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ നാം സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും കുറിച്ച് സംസാരിക്കാം. സിസ്റ്റമാറ്റിക് മാർഗങ്ങൾ മാർക്കറ്റ് റിസ്ക്കും സിസ്റ്റമാറ്റിക് അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും കമ്പനി നിർദ്ദിഷ്ട റിസ്ക്കാണ്. ഇത് വൈവിധ്യവൽക്കരിക്കാനും 0 വരെ വൈവിധ്യവൽക്കരിക്കാനും കഴിയും. അതിനാൽ അൺസിസ്റ്റമാറ്റിക് റിസ്ക് നാം പൂർണ്ണമായും ഡൈവേഴ്സിഫൈ ചെയ്ത് ശൂന്യത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അതിനാൽ ഈ ചോദ്യം വരാം, അൺസിസ്റ്റമാറ്റിക് റിസ്ക് പൂർണ്ണമായും ഡൈവേഴ്സിഫൈ ചെയ്ത് ശൂന്യത്തിലേക്ക് എത്തിക്കാനാവുമോ എന്ന്. അതിന് ഉത്തരം ട്രൂ ആണെന്ന് നിങ്ങൾക്ക് അടയാളപ്പെടുത്തണം. നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ എന്നത് സിസ്റ്റമാറ്റിക് റിസ്കിനാണ് ലഭിക്കുന്നത്. നാം സിസ്റ്റമാറ്റിക് റിസ്ക് എടുത്തത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ റിസ്ക് ഏറ്റെടുക്കുന്നതിനാണ് ഒരു ഇൻവെസ്റ്റർക്ക് കമ്പൻസേഷൻ ലഭിക്കുന്നത്. അതിനെ നാം സിസ്റ്റമാറ്റിക് റിസ്ക് എന്നാണ് വിളിക്കുന്നത്. അതിനെ നാം ഇക്കണോമിക് റിസ്ക് എന്നും പറയുന്നു. മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയിലുമാണ് നിങ്ങളുടെ സെക്യൂരിറ്റിയുടെ ആശ്രയം. അതിൽ ബാധ ഉണ്ടാകുമോ ഇല്ലയോ എന്നത് നിങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് റിസ്കിനെ മാർക്കറ്റ് റിസ്ക് എന്ന് വിളിക്കുന്നത്. കോവിഡ് വന്നതുപോലെ എന്തെങ്കിലും റിസ്ക് വന്നാൽ മാർക്കറ്റ് വീഴും. അതിനാൽ ഡേറ്റിനെ വൈവിധ്യവൽക്കരിക്കാൻ കഴിയാത്ത ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് വിളിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയില്ല. പക്ഷേ പ്രത്യേകമായ ഒരു റിസ്ക്, ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ മാത്രമുള്ള ഒരു പ്രത്യേക റിസ്ക് ഉണ്ടെങ്കിൽ ആ കമ്പനിയെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ഉൾപ്പെടുത്താതിരിക്കുക വഴി ആ റിസ്ക് നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയും. അതിനാൽ കമ്പനി സ്പെസിഫിക് റിസ്ക് നമ്മൾക്ക് നശിപ്പിക്കാനോ ഡൈവേഴ്സിഫൈ ചെയ്യാനോ കഴിയും. പക്ഷേ മാർക്കറ്റ് റിസ്ക് അഥവാ സിസ്റ്റമാറ്റിക് റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയില്ല. നാം സിസ്റ്റമാറ്റിക് റിസ്ക് കണക്കാക്കുന്നത് ബീറ്റ ഉപയോഗിച്ചാണ്. അതും നാം പിന്നീട് വിശദമായി മനസ്സിലാക്കും. ഇക്വിറ്റി സ്കീമുകളുടെ പ്രകടനത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ. ഇപ്പോൾ നാം സംസാരിക്കുന്നത് ഏത് ഘടകങ്ങളാണ് ഇക്വിറ്റി സ്കീമുകളുടെ പ്രകടനത്തെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ്. ആദ്യത്തേതായി വരുന്നത് സ്റ്റോക്ക് സെലക്ഷനാണ്. ഫണ്ട് മാനേജർ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്കായി തിരഞ്ഞെടുക്കുന്ന സ്റ്റോക്കുകളുടെ ഗുണമേന്മ എങ്ങനെയാണ്? നമുക്ക് പറയാം, എല്ലാ ഫണ്ട് മാനേജർമാരും ഖ്വ ചാർട്ടർ ഹോൾഡർമാരാണ്. അതായത് ഖ്വ ഇൻസ്റ്റിറ്റ്യൂട്ട് USA നിന്നുള്ള ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്. ഇവർ വളരെ പ്രാവീണ്യവും യോഗ്യതയും ഉള്ള ആളുകളാണ്. ഓരോ സ്റ്റോക്കും തിരഞ്ഞെടുക്കാൻ അവർ വളരെ ഉയർന്ന നിലവാരത്തിലുള്ള റിസർച്ച് നടത്തുന്നു. അവർ കമ്പനിയുടെ ഓപ്പറേഷണൽ ഏരിയയിലേക്ക് പോകുന്നു, കമ്പനിയുടെ ടോപ്പ് മാനേജ്മെന്റിനെ നേരിട്ട് കാണുന്നു, കമ്പനിയുടെ എല്ലാ ബാലൻസ് ഷീറ്റുകളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും പരിശോധിക്കുന്നു. അതിനുശേഷമാണ് അവർ ഒരു സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ യൂണിവേഴ്സിൽ നിന്ന് സ്റ്റോക്കുകളുടെ യൂണിവേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ വേണ്ടി ആ സ്റ്റോക്കുകളിലോ ആ പ്രത്യേക സ്കീമിലോ ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കപ്പെടുന്നു. അതിലേക്കാണ് നിങ്ങളുടെ പണം നിക്ഷേപിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾ ഫണ്ട് മാനേജർ കൈകാര്യം ചെയ്യുന്നത്. അതിനാൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ ഘടകങ്ങൾ, അതായത് മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ പ്രകടനം വളരെ അധികം ബാധിക്കുന്നത് അതിൽ എങ്ങനെ ഗുണമേന്മയുള്ള സ്റ്റോക്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നുവെന്നതാണ്. അതിനാൽ ഫണ്ട് മാനേജർ നടത്തുന്ന വിശകലനം 2 തരത്തിലുള്ളതാണ്. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസ് ആണ്, മറ്റൊന്ന് ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഇവ രണ്ടും എന്താണെന്ന് മനസ്സിലാക്കാം. നാം ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ വിലയിരുത്തുമ്പോൾ അതിനെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് വിളിക്കുന്നു. അത് കമ്പനിയുടെയും അടിസ്ഥാന ഘടകങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുന്നതാണ്. കമ്പനി പണത്താൽ സമ്പന്നമാണ്. കമ്പനി വളരെ ഫണ്ടമെന്റലായി ശക്തമാണ്. കമ്പനിയുടെ പ്രധാന പ്രോജക്റ്റുകൾ കമ്പനിക്ക് ഉണ്ട്. അവ മതിയാകുന്നതാണ്. ഈ പ്രോജക്റ്റുകളിൽ കമ്പനി പങ്കാളിത്തം വഹിക്കുന്നു. അതിന്റെ ഭാവി വളർച്ചയും വരുമാനവും സ്ഥിരതയുള്ളതും തുടരുമെന്നും കാണുന്നു. അതിനാൽ ഈ കമ്പനിയിൽ എല്ലാ ഫണ്ടമെന്റൽ റിസർച്ചും അഥവാ ഫണ്ടമെന്റലുകൾ ഉൾപ്പെട്ടിരിക്കുന്നിടത്താണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് വായിച്ചാൽ കമ്പനി എത്രത്തോളം ശക്തമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. ഇത് എല്ലാം ഫണ്ടമെന്റലിന്റെ ഭാഗമാണ്. ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് വരുന്നത്. ടെക്നിക്കൽ അനാലിസിസിൽ നാം ചാർട്ടുകളും വിലയും വോള്യവും വിലയിരുത്തി ഒരു പ്രൈസിന്റെ ചലനം കാണാൻ ശ്രമിക്കുന്നു. അതിൽ എന്ത് സ്വാധീനം വരുന്നു, മുന്നോട്ട് എന്ത് സംഭവിക്കാമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നാം ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ടെക്നിക്കൽ അനാലിസിസ് കുറിച്ച് മാത്രം ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റുകൾ എപ്പോഴും ഫണ്ടമെന്റലുകളിലാണ് ആശ്രയിക്കുന്നത്. കമ്പനിയുടെ ഫണ്ടമെന്റലുകൾ നല്ലതാണെങ്കിൽ, വളർച്ച നല്ലതാണെങ്കിൽ, വരുമാനം നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിൽ നല്ല റിട്ടേൺ ലഭിക്കും. ടെക്നിക്കൽ അനാലിസിസ് ഷോർട്ട് ടേം ഇൻവെസ്റ്റർമാർക്കും ട്രേഡർമാർക്കും വേണ്ടിയുള്ളതാണ്. അതിനാൽ അവർ കൂടുതലും ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കുന്നു, ചാർട്ട് വിലയിരുത്താൻ ശ്രമിക്കുന്നു. വിലയും വോള്യൂമും നോക്കുമ്പോൾ ഒരു സെക്യൂരിറ്റിയിൽ ഉയർന്ന വോള്യൂമിൽ സെയിലിംഗ് വന്നാൽ അതിനെ ഷോർട്ട് ടേമിൽ ആ സെക്യൂരിറ്റി കൂടി വീഴാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്നു. ഇങ്ങനെ പലതരം കാര്യങ്ങളാണ് ടെക്നിക്കൽ അനാലിസിസിൽ ഉണ്ടാകുന്നത്. എന്നാൽ ദരിദ്രപ്രകാരം ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ 3-4 വരികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ കൂടുതൽ ആഴത്തിൽ പോകേണ്ടതില്ല. ചോദ്യങ്ങളും വളരെ നേരിട്ടാണ് വരുന്നത്. കൂടാതെ ഞങ്ങളുടെ വീഡിയോ ഉണ്ടാക്കുന്ന പ്രധാന ഉദ്ദേശം നിങ്ങൾക്ക് ജർക്കിൻ്റെ 5A ക്ലിയർ ആക്കാൻ സഹായിക്കാനാണ്. അതിനാൽ ഈ നിർവചനങ്ങൾ നിങ്ങൾക്ക് അറിയാമാകണം. അത്രയേ മതിയാവൂ മാർക്കറ്റ് ജർത്ത് പരീക്ഷ ക്ലിയർ ചെയ്യാൻ. ഇപ്പോൾ നാം ഫണ്ടമെന്റൽസ് നോക്കാം. ഒരു കമ്പനി വിലയിരുത്താൻ നാം ഏത് കാര്യങ്ങളാണ് നോക്കുന്നത്? ആ കമ്പനിയുടെ ഡേറ്റ നമുക്ക് കാണാൻ കഴിയും. വിലയും വരുമാനവും തമ്മിലുള്ള അനുപാതം നമുക്ക് കാണാൻ കഴിയും. ലാഭവിഹിതം നമുക്ക് കാണാൻ കഴിയും. വിലയും വരുമാന വളർച്ചയും നമുക്ക് കാണാൻ കഴിയും. പുസ്തക മൂല്യത്തിലെ വിഹിതം നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ 3-4 കാര്യങ്ങൾ നോക്കി നാം ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് വിലയിരുത്താൻ കഴിയും. ചെറിയതായി നോക്കാം ഓരോന്നും എന്താണ് എന്നത്.
ഈ വിഷയങ്ങളിൽ ചോദ്യം തീർച്ചയായും വരും. കൂടാതെ ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. 8 മുതൽ 10 വരെ ചോദ്യങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. കൂടാതെ 12 മുതൽ 13% അഥവാ 12 മുതൽ 13 ചോദ്യങ്ങൾ വരെ ഈ അധ്യായത്തിൽ നിന്ന് വരാറുണ്ട്. അതിനാൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഓരോ കാര്യവും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. നമുക്ക് മനസ്സിലാക്കാം കമ്പനിയിൽ നിക്ഷേപിക്കാൻ മുൻപ് നോക്കേണ്ട അടിസ്ഥാന ഘടകങ്ങൾ ഏവയാണ് എന്ന്. ആദ്യത്തെ ഓപ്ഷൻ EPS ആണ്, അർണിങ്സ് പെർ ഷെയർ, അതായത് നികുതി കഴിഞ്ഞുള്ള നെറ്റ് ലാഭം ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയറുകളുടെ എണ്ണത്തിൽ വിഭജിച്ചുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഈ ചോദ്യം നേരിട്ട് നിങ്ങളോട് ചോദിക്കാറുണ്ട്, ഈ കമ്പനിയുടെ EPS കണക്കാക്കൂ. 2 കാര്യങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കും. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നൽകിയിരിക്കും, കൂടാതെ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയറുകളുടെ എണ്ണം നൽകിയിരിക്കും. അപ്പോൾ നിങ്ങൾ ലാഭവിഹിതം ഷെയറുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കും. നിങ്ങൾക്ക് അർണിങ്സ് പെർ ഷെയർ ലഭിക്കും. സിമ്പിൾ ടേംസിൽ ഒരു കമ്പനി എത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്തുവെന്ന് ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു ഇൻവെസ്റ്റർ ഒരു ഷെയർ ഉടമയാകുമ്പോൾ ആ ഷെയറിന് എത്ര റിട്ടേൺ ലഭിച്ചു എന്നതാണ് ഇതിൽ പറയുന്നത്. അതിനാൽ രണ്ട് വഴി നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ഷെയറിലും എത്ര അർണിങ്സ് ഉണ്ടായി എന്നതാണ്. ഒരു ഇൻവെസ്റ്റർ ഒരു ഷെയർ ഹോൾഡ് ചെയ്താൽ ആ ഷെയറിൽ കമ്പനി എത്ര പണം സമ്പാദിക്കുന്നു എന്നതാണ് ഇതിൽ പറയുന്നത്. ഇതിനെ തന്നെയാണ് ജേഗ്ദ എന്ന് വിളിക്കുന്നത്. ഇനി വിലയും വരുമാനവും തമ്മിലുള്ള അനുപാതത്തെക്കുറിച്ച് സംസാരിക്കാം. ഇതിനെ യ എന്ന് വിളിക്കുന്നു, അതായത് ഓരോ ഷെയറിനുമുള്ള മാർക്കറ്റ് വിലയെ ജേത കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്ന സംഖ്യ. കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് മാർക്കറ്റിൽ എത്രയാണോ അതിനെ നാം അർണിങ്സ് പെർ ഷെയർ കൊണ്ട് വിഭജിച്ചാൽ നമുക്ക് പ്രൈസ് ടു അർണിങ്സ് ലഭിക്കും. നെവർ റേഷ്യോയുടെ ഫോർമുലയാണ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ എൻ. നേരിട്ട് ചോദ്യം വരാം, നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കണക്കാക്കണം. പ്രൈസ് ടു അർണിംഗ് റേഷ്യോ എന്നത് എന്താണ്? അടിസ്ഥാനത്തിൽ ഇത് നമുക്ക് പറയുന്നത് ആ കമ്പനിയിൽ 1 രൂപ സമ്പാദിക്കാൻ എത്ര രൂപ നിക്ഷേപിക്കേണ്ടി വരും എന്നതാണ്. സാധാരണയായി നാം നെത് റേഷ്യോയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം ഏതെങ്കിലും കമ്പനിയുടെ ഭാവി വരുമാനങ്ങളിൽ നിക്ഷേപം നടത്തുകയാണ്. അതിനാൽ നമുക്ക് നവയുടെ പ്രൊജക്ഷനുകളും അതിൻ്റെ ഫോർവേഡ് നവയുടെ പ്രൊജക്ഷനുകളും നോക്കേണ്ടതുണ്ട്, അതായത് കമ്പനിയുടെ വരുമാനം എത്രയാണെന്ന്. മറ്റും സാധാരണയായി നാം നിലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ബെഞ്ച്മാർക്ക് അല്ലെങ്കിൽ പിയർ കമ്പനികളുമായി താരതമ്യപ്പെടുത്തിയാണ് നിങ്ങളുടെ വാല്യുവേഷൻ കൂടുതലായോ എന്ന് നോക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ കമ്പനിയുടെ നെ 20 ആണെങ്കിൽ മാർക്കറ്റിൻ്റെ A15 ആണെങ്കിൽ നിങ്ങളുടെ കമ്പനി കുറച്ച് ഓവർ വാല്യൂഡ് ആയി കണക്കാക്കപ്പെടും. പ്രൈസ് ടു എർണിംഗ് എന്നത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ കമ്പനിയിൽ 1 രൂപ സമ്പാദിക്കാൻ ഇൻവെസ്റ്റർമാർക്ക് കൂടുതൽ പണം നിക്ഷേപിക്കേണ്ടി വരുന്നു എന്നതാണ്. നിങ്ങളുടെ പിയർ കമ്പനിയിൽ കുറച്ച് നിക്ഷേപം ചെയ്താൽ പോലും അവർക്ക് കൂടുതൽ റിട്ടേൺ ലഭിക്കുന്നു. എന്നാൽ അതിനൊപ്പം തന്നെ ഉയർന്ന PE ഉണ്ടെന്നത് ഉയർന്ന വളർച്ചാ സാധ്യതകളും ഉണ്ടാകാമെന്നതും സൂചിപ്പിക്കുന്നു, അതായത് കമ്പനിക്ക് നല്ല വളർച്ചാ സാധ്യതകൾ ഉണ്ടാകാം, കൂടാതെ കമ്പനി ഭാവിയിൽ നല്ല പ്രകടനം കാഴ്ചവയ്ക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഉയർന്ന PE ഉണ്ടാകാൻ ഇതും ഒരു കാരണം ആകാം. കുറഞ്ഞ PE എന്നതിൻ്റെ ഒരു അർത്ഥം കമ്പനി മുമ്പ് അത്ര മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല എന്നതും ആകാം. എന്നാൽ സാധാരണയായി അങ്ങനെ കരുതപ്പെടുന്നു. ഉയർന്ന PE ഉള്ള കമ്പനി കുറച്ച് വില കൂടിയതാണ്, അതിനാൽ അത് വിറ്റ് കളയണം. കുറഞ്ഞ PE ഉള്ള കമ്പനി അണ്ടർവാല്യൂഡ് ആണ്, അതിനാൽ അത് വാങ്ങണം എന്നാണ് പറയുന്നത്. സാധാരണമായ രീതിയിൽ പറയുമ്പോൾ ഇപ്പോൾ നാം ബുക്ക് വാല്യൂ പെർ ഷെയർ എന്നതിനെക്കുറിച്ച് സംസാരിക്കാം. നെറ്റ് വർത്തിനെ ഷെയറുകളുടെ എണ്ണം കൊണ്ട് വിഭജിച്ചാൽ കിട്ടുന്നതാണ്. ഇത് ഓരോ ഷെയറും കമ്പനി അക്കൗണ്ടുകളിൽ കാണുന്ന പ്രകാരം എത്ര മൂല്യമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചികയാണ്. അക്കൗണ്ടുകൾ ഒരു ചരിത്രപരമായ ദൃഷ്ടികോണവും കമ്പനി സ്വീകരിച്ച വിവിധ അക്കൗണ്ടിംഗ് നയങ്ങളുടെ ഫലവുമാണ് പ്രതിനിധീകരിക്കുന്നത്. അടുത്തത് പ്രൈസ് ടു ബുക്ക് വാല്യൂ ആണ്. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ബുക്ക് വാല്യൂ പെർ ഷെയർ കൊണ്ട് വിഭജിച്ചാൽ കിട്ടും. സിമ്പിൾ ഫോർമുലയാണ്, ലളിതമായ ചോദ്യമാണ് വരിക. നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ച് ചോദ്യത്തിന് ഉത്തരം നൽകാം. ഒരു കമ്പനിയുടെ ഓരോ ഷെയറിനും അതിൻ്റെ ബുക്ക് വാല്യൂവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർക്കറ്റ് എത്രത്തോളം പണം നൽകാൻ തയ്യാറാണ് എന്നതിൻ്റെ സൂചകമാണ് പ്രൈസ് ടു ബുക്ക് വാല്യൂ. ഇപ്പോൾ നാം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലുകളെക്കുറിച്ച് സംസാരിക്കാം. ഒരു ഫണ്ട് മാനേജർ സ്വീകരിക്കാവുന്ന വിവിധ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലുകൾ ഏവയാണ്? ഇവിടെ 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലുകൾ ഉണ്ട്. ആദ്യത്തേത് വളർച്ചയും രണ്ടാമത്തേത് വേദിയുമാണ്. ഒരു വളർച്ചാ നിക്ഷേപ ശൈലിയുണ്ട്, അതേസമയം വെന നിക്ഷേപത്തിൽ ഒരു വെന നിക്ഷേപ ശൈലിയുണ്ട്. ഇവ രണ്ടും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉയർന്ന വളർച്ചയുള്ള കമ്പനികൾ ഇവിടെ വരുന്നു. ഏതെങ്കിലും കമ്പനിക്ക് വളരാൻ കൂടുതൽ സാധ്യതയുണ്ടെങ്കിൽ അതിനെ ഗ്രോത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലിൽ ഉൾപ്പെടുത്തുന്നു. ഈ കമ്പനിയുടെ PE റേഷ്യോ കൂടുതലായിരിക്കും, ഇവയുടെ EPS-യും കൂടുതലായിരിക്കും, ബുക്ക് വാല്യൂഡ് ഷെയറും ഇവയിൽ കൂടുതലായിരിക്കും. അതിനാൽ ഈ കമ്പനികളുടെ എല്ലാ റേഷ്യോകളും കൂടുതലായിരിക്കും, കാരണം ഇവയുടെ വളർച്ചാ സാധ്യത കൂടുതലാണ്. ഭാവിയിൽ ഇവയുടെ വളർച്ച വളരെ വേഗത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. മറ്റു പല മാർക്കറ്റ് പ്ലേയേഴ്സും ഈ ഗ്രോത്ത് സ്റ്റോക്കുകൾ സമാഹരിക്കാൻ താൽപ്പര്യപ്പെടുന്നു. അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഇവയുടെ വാല്യുവേഷൻ സാധാരണയായി ഉയർന്നതായിരിക്കും. ഇപ്പോൾ നാം വാല്യൂ സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കാം. നോക്കൂ, വാല്യൂ മാർക്കറ്റ് വളരെ നല്ല ഫണ്ടമെൻ്റൽസ് ഉള്ള സ്റ്റോക്കുകൾ ആകാം. കമ്പനി വളരെ നല്ലതായിരിക്കാം, പക്ഷേ ഏതെങ്കിലും കാരണത്താൽ മാർക്കറ്റിൽ ആ പ്രത്യേക സ്റ്റോക്കിൻ്റെ മൂല്യം തിരിച്ചറിയപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ശരിയായി തിരിച്ചറിയപ്പെട്ടിട്ടില്ല. ഉദാഹരണത്തിന് നാം അഡിസിയെ എടുത്തു നോക്കാം. വളരെ നല്ല ഒരു കമ്പനിയാണിത്, പക്ഷേ വർഷങ്ങളോളം ഈ സ്റ്റോക്ക് വില 200 മുതൽ 220 വരെ തന്നെ നിലനിന്നിരുന്നു.
പക്ഷേ കഴിഞ്ഞ 1 മുതൽ 2 വർഷം വരെ ഡാറ്റ നോക്കിയാൽ ഇപ്പോൾ ആ സ്റ്റോക്ക് വില വളരെ വേഗത്തിൽ ഉയർന്നു. ഇപ്പോൾ ഏകദേശം 450 ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. അതിനാലാണ് വാല്യൂ സ്റ്റോക്കുകളിലേക്കും നിക്ഷേപം നടത്തുന്നത് ദീർഘകാലത്തിനായി വളരെ ലാഭകരമാവുന്നത്. എത്രയും വലിയ നിക്ഷേപകരും വാല്യൂ ഇൻവെസ്റ്റർമാരാണ്. അവർ കമ്പനിയുടെ മൂല്യത്തിൽ, അതിൻ്റെ വാല്യൂവിൽ നിക്ഷേപം നടത്തുന്നു. കമ്പനിക്ക് നല്ല വാല്യുവേഷനുകളും ഉണ്ട്. ദീർഘകാല ഭാവിയിലെ പ്രശ്നങ്ങൾക്കും അതിൻ്റെ PEയും നല്ലതാണ്. അവരുടെ വരുമാന പ്രവചനങ്ങളും മികച്ചതാണ്. അതിനാലാണ് വാല്യൂ സ്റ്റോക്കുകളും വളരെ നല്ല നിക്ഷേപം എന്നതായി കണക്കാക്കപ്പെടുന്നത്. ഇവയായിരുന്നു നിക്ഷേപ ശൈലികൾ, ഗ്രോത്ത് ആൻഡ് വാല്യൂ. ഇപ്പോൾ നാം പോർട്ട്ഫോളിയോ നിർമ്മാണ സമീപനത്തെക്കുറിച്ച് സംസാരിക്കാം. ഫണ്ട് മാനേജർമാർ എങ്ങനെ പോർട്ട്ഫോളിയോ നിർമ്മിക്കുന്നു എന്നതിനെക്കുറിച്ച്. അത് 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് ബോട്ടം അപ്പ് സമീപനം, മറ്റേത് ടോപ്പ് ഡൗൺ സമീപനം. ടോപ്പ് ഡൗൺ സമീപനം സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ഫണ്ട് മാനേജർമാർ ഏതെങ്കിലും സാമ്പത്തിക വ്യവസ്ഥയുടെ സാമ്പത്തിക മാനദണ്ഡങ്ങൾ പരിശോധിക്കുന്നു. പണപ്പെരുപ്പം, പലിശ നിരക്കുകൾ, GDP പഠനങ്ങൾ, നമ്മുടെ സാമ്പത്തിക പാരാമീറ്ററുകൾ എന്തുതന്നെയായാലും ആ പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ സമ്പദ്വ്യവസ്ഥയെ വിലയിരുത്തിക്കൊണ്ട് ഫണ്ട് മാനേജർ മുകളിൽ നിന്ന് താഴേക്ക് സമീപനം ആരംഭിക്കുന്നു. ആദ്യം തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ വിലയിരുത്തുന്നു. അങ്ങനെ എല്ലാ മാനദണ്ഡങ്ങളും വിലയിരുത്തിയ ശേഷം അവൻ ഒരു പ്രത്യേക മേഖലയിലേക്ക് എത്തുന്നു. ഉദാഹരണത്തിന്, അവൻ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ വിലയിരുത്തുകയാണെങ്കിൽ അതിനുശേഷം അവൻ ഫിനാൻഷ്യൽ സെക്ടറിലേക്കോ, ഫിനാൻഷ്യൽ സർവീസസ് മേഖലയിലേക്കോ, ബാങ്കിംഗ് മേഖലയിലേക്കോ എത്തുന്നു. അതിനുശേഷം അവൻ മുഴുവൻ ബാങ്കിംഗ് മേഖലയും വിലയിരുത്തും. RBI അവൻ പരിശോധിക്കും, നമ്മുടെ ബാങ്കുകൾ എങ്ങനെ നിരീക്ഷിക്കപ്പെടുന്നു, ബാങ്കുകളുടെ സ്ഥാനം എങ്ങനെയാണ്, ബാങ്കിന്റെ വരുമാനം എത്രയാണ്, ഭാവിയിലെ വളർച്ച എങ്ങനെയാണ് എന്നിങ്ങനെയുള്ളവയെല്ലാം അവൻ നോക്കും. അതിനുശേഷം ഫണ്ട് മാനേജർ ആ പ്രത്യേക വ്യവസായത്തെ നോക്കും, വിലയിരുത്തും. അതിനുശേഷം അവൻ സ്റ്റോക്ക് തിരഞ്ഞെടുക്കും. ഏറ്റവും ആദ്യം മുകളിൽ ഇക്കണോമിയാണ്. 2ാം ഘട്ടത്തിൽ അവൻ വ്യവസായത്തിലേക്ക് വരും. പിന്നെ 3ാമതായി ആ വ്യവസായത്തിൽ നിന്ന് ഒരു സ്റ്റോക്ക് പ്രൈസ് തിരഞ്ഞെടുക്കും. ഇതാണ് ഈ പ്രക്രിയയെ നാം ടോപ്പ് ഡൗൺ സമീപനം എന്ന് വിളിക്കുന്നത്. അതിൻ്റെ വിപരീതം ബോട്ടം അപ്പ് സമീപനം എന്നാണ് അറിയപ്പെടുന്നത്. നാം ഇതിൻ്റെ വിപരീതം ചെയ്താൽ അതാണ് ബോട്ടം അപ്പ് സമീപനം എന്ന് പറയുന്നത്. അതിൽ ആദ്യം ഒരു ഫണ്ട് മാനേജർ ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കും. ആ സ്റ്റോക്കിൻ്റെ അതേ കമ്പനിയുടെയും എല്ലാ അടിസ്ഥാന ഘടകങ്ങളും ഭാവിയിലെ വരുമാന വളർച്ചയും വിലയിരുത്തി സ്റ്റോക്ക് തിരഞ്ഞെടുക്കും. അതിനുശേഷം ഇൻഡസ്ട്രിയിലേക്കാണ് പോകുന്നത്. പിന്നെ സമ്പദ്വ്യവസ്ഥയെ വിലയിരുത്തുന്നു. അതിനാൽ ബോട്ടം അപ്പ് സമീപനത്തിൽ എല്ലാം പൂർണ്ണമായും വിപരീതമാണ്. ഇപ്പോൾ നാം ഗോൾഡ് ഫണ്ടുകളുടെ പ്രകടനത്തെ ബാധിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് രീതിയിൽ ഗോൾഡ് ഫണ്ടിൻ്റെ പ്രകടനത്തിൽ സ്വാധീനം ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ഗോൾഡ് ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് നമുക്ക് പരിഗണിക്കേണ്ട ഘടകങ്ങൾ ഏവയാണ്? നോക്കൂ, പറയപ്പെടുന്നത് പോലെ ഗോൾഡ് ഒരു യഥാർത്ഥ അന്താരാഷ്ട്ര ആസ്തി വിഭാഗമാണ്. ഗോൾഡിൻ്റെ വിലകൾ അന്താരാഷ്ട്ര തലത്തിൽ നിശ്ചയിക്കപ്പെടുന്നു. യുഎസിലെ ഗോൾഡിൻ്റെ വില എങ്ങനെയാണോ അതേ വിലയാണ് നാം പിന്തുടരുന്നത്. MCXൽ ഗോൾഡിൽ നടക്കുന്ന ട്രേഡിംഗ് ഒരു രീതിയിൽ പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഗോൾഡിന് എത്ര വിലയാണോ അതിനൊത്താണ്. അതിനാലാണ് പറയപ്പെടുന്നത്, എപ്പോഴെങ്കിലും സാമ്പത്തിക അസ്ഥിരത ഉണ്ടാകുമ്പോൾ ഗോൾഡിൻ്റെ വിലകൾ കുത്തനെ ഉയരുന്നു. കാരണം ഗോൾഡിനെ ഒരു സുരക്ഷിത നിക്ഷേപം, സേഫ് ഹെവൻ ആയി കണക്കാക്കുന്നു. ഇക്വിറ്റികൾ നല്ല പ്രകടനം കാണിക്കാത്തപ്പോൾ, ഇക്വിറ്റിയിൽ ഇടിവ് വരുമ്പോൾ ഗോൾഡും ഇക്വിറ്റിയും തമ്മിൽ വിപരീത ബന്ധമാണ് കാണിക്കുന്നത്. ഇക്വിറ്റികൾ താഴേക്ക് പോകുമ്പോൾ തന്നെ ഗോൾഡിൻ്റെ വില കുത്തനെ ഉയരുന്നു. മിക്ക രാജ്യങ്ങളും അവരുടെ റിസർവുകളിൽ ഗോൾഡിനെ ഉൾപ്പെടുത്തുന്നു. അവരുടെ വിദേശ നാണയ റിസർവുകളിൽ ഗോൾഡും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അന്താരാഷ്ട്ര മോണിറ്ററി ഫണ്ടും മറ്റ് വലിയ അന്താരാഷ്ട്ര സംഘടനകളും പോലുള്ള വലിയ സ്ഥാപനങ്ങൾ ഗോൾഡിൽ വാങ്ങലോ വിൽപ്പനയോ നടത്താൻ വരുമ്പോൾ അതിൻ്റെ വില വളരെ അത്യന്തം അസ്ഥിരമാകുന്നു. അതിനാലാണ് ഗോൾഡിൻ്റെ വിലകൾ അന്താരാഷ്ട്ര തലത്തിൽ നയിക്കപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു അന്താരാഷ്ട്ര ആസ്തി വിഭാഗമാണ്. അതിനാൽ അതിൽ നിക്ഷേപം ചെയ്യുന്നതിന് മുമ്പ് ഈ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ നാം റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകളുടെ പ്രകടനത്തെ ബാധിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എന്തെല്ലാം ഘടകങ്ങളാണ് റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകളെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആർത്ഥിക സാഹചര്യങ്ങൾ. കണ്ടുവരുന്നത് എന്തെന്നാൽ ഒരു സാമ്പത്തിക വ്യവസ്ഥയിൽ മാന്ദ്യസമ്മർദ്ദം ഉണ്ടാകുമ്പോഴും അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ച അത്ര നല്ലതല്ലാത്തപ്പോൾ സാധാരണയായി നിക്ഷേപകർ റിയൽ എസ്റ്റേറ്റിൽ പണം നിക്ഷേപിക്കാനുള്ള തീരുമാനത്തിൽ അല്പം വൈകുകയും സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതുവരെ കാത്തിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ അവർ വീണ്ടും റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാൻ എത്തുന്നു. ഇൻഫ്രാസ്ട്രക്ചർ വികസനം രണ്ടാമത്തേത്. നോക്കൂ, ഒരു പ്രദേശത്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ വികസനം നടക്കുമ്പോൾ സ്വാഭാവികമായി റിയൽ എസ്റ്റേറ്റിൻ്റെ മൂല്യം ഉയരുന്നു. അവിടെയുള്ള വിലകൾ ഉയരുന്നു. അതിനാൽ വ്യവസായ വികസനം വീണ്ടും നമ്മുടെ റിട്ടേണുകളെയും പ്രകടനത്തെയും ബാധിക്കുന്ന ഒരു വലിയ ഘടകമാണ്. റിയൽ എസ്റ്റേറ്റ് ഫണ്ടുകളിലും ഇത് ബാധിക്കുന്നു. മൂന്നാമത്തേത് പലിശ നിരക്കുകളാണ്. പലിശ നിരക്കുകൾ കുറവായിരിക്കുമ്പോഴും പണം മാർക്കറ്റിൽ വളരെ എളുപ്പത്തിൽ ലഭ്യമായിരിക്കുമ്പോഴും ആളുകൾ ലോൺ എടുക്കാൻ വരുന്നു. ആ ലോൺ എടുത്ത് അവർ പ്രോപ്പർട്ടി വാങ്ങുന്നു. റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി അവർ വാങ്ങാൻ കഴിയും. മറ്റൊരു വശത്ത് നിക്ഷേപത്തിനായി പ്രൊഫഷണൽ ഇൻവെസ്റ്റർമാർ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകളിലും നിക്ഷേപം നടത്തുന്നു. മാർക്കറ്റിൽ പലിശ നിരക്കുകൾ കുറവായിരിക്കുമ്പോഴും വില കുറഞ്ഞ പണം ലഭ്യമായിരിക്കുമ്പോഴും
എന്നാൽ പലിശ നിരക്കുകളുടെ സ്ഥിതി അതിൻ്റെ വിപരീതമായിരിക്കുമ്പോൾ, പലിശ നിരക്കുകൾ ഉയരുമ്പോഴും സൈക്കിൾ മുകളിലായിരിക്കുമ്പോഴും ആളുകൾ അവരുടെ തീരുമാനങ്ങൾ മാറ്റിവെക്കുകയും വൈകിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ പലിശ നിരക്കുകളും റിയൽ എസ്റ്റേറ്റിൻ്റെ വിലയെ വളരെ അധികം ബാധിക്കുന്നു. ഇവയായിരുന്നു റിസ്കുകളും പ്രകടനത്തെ ബാധിക്കുന്ന ഘടകങ്ങളും. ഇപ്പോൾ നമുക്ക് റിട്ടേൺസിനെക്കുറിച്ച് സംസാരിക്കാം. നാം എങ്ങനെ റിട്ടേൺസിനെ അളക്കുന്നു എന്നതാണ് ഇനി നോക്കേണ്ടത്. നമുക്ക് നോക്കാം റിട്ടേൺസ് അളക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ ഏതൊക്കെയാണെന്ന്. ആദ്യത്തേത് സിമ്പിൾ റിട്ടേൺ ആണ്. സിമ്പിൾ റിട്ടേൺ കണക്കാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഏതെങ്കിലും ആസറ്റ് ക്ലാസ്സിലോ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഹരിയിലോ ഉദാഹരണത്തിന് 100 രൂപ നിക്ഷേപിച്ചു. പിന്നെ ആ ഓഹരി, സെക്യൂരിറ്റി അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഞാൻ വിപണിയിൽ വില 110 രൂപയായപ്പോൾ വിറ്റു. അപ്പോൾ ഈ 10 രൂപയാണ് ലാഭം ലഭിച്ചത്. അപ്പോൾ ഈ 10 രൂപയുടെ ലാഭം ഒരു വിധത്തിൽ എൻ്റെ സിമ്പിൾ റിട്ടേൺ ആയി. ഇത് ശതമാനത്തിൽ കണക്കാക്കുമ്പോൾ 10% ആകും. അതായത് ഈ 10% ആണ് എൻ്റെ സിമ്പിൾ റിട്ടേൺ. സിമ്പിൾ ടേംസിൽ ഞാൻ സിമ്പിൾ റിട്ടേൺ എങ്ങനെ കണക്കാക്കാം എന്ന് പറയുകയോ കാണിക്കുകയോ ചെയ്താൽ എനിക്ക് ലഭിച്ച കൃത്യമായ റിട്ടേൺ അതാണ് എൻ്റെ ലളിതമായ തിരിച്ചുവരവ്. ഇപ്പോൾ നാം ആൻവലൈസ്ഡ് റിട്ടേണെ സംബന്ധിച്ച് സംസാരിക്കാം. നമുക്ക് ഈ ഉദാഹരണം മനസ്സിലാക്കാം. ഈ ടേബിൾ നോക്കുമ്പോൾ നമുക്ക് 2 ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകൾ ലഭ്യമാണ്. അവയുടെ റിട്ടേൺ സിൻസ് ഇൻസെപ്ഷൻ യഥാക്രമം 5%-ഉം 3%-ഉമാണ്. ആദ്യ ഇൻവെസ്റ്റ്മെൻറ്റ് 6 മാസത്തേക്കാണ്, രണ്ടാമത്തേത് 4 മാസത്തേക്കാണ്. അതിനാൽ റിട്ടേണുകൾ നേരിട്ട് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. കാരണം ആദ്യ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ 5% റിട്ടേൺ നൽകിയതും 6 മാസം മാത്രമാണ് പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. 3% റിട്ടേൺ നൽകിയതും 4 മാസം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിൽ നാം എങ്ങനെ കണക്കാക്കും? വാർഷിക റിട്ടേൺ കണക്കാക്കാനുള്ള ഫോർമുല ഇവിടെ വളരെ ലളിതമായി നൽകിയിട്ടുണ്ട്. സിമ്പിൾ റിട്ടേൺ 12 സിമ്പിൾ റിട്ടേൺ ലഭിച്ച മാസങ്ങളുടെ എണ്ണം എന്നതാണ് ഫോർമുല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് 1 ഇതിൽ വരും. 10% വാർഷിക റിട്ടേൺ, ഇൻവെസ്റ്റ്മെൻറ്റ് 2 9% വരും. അതിനാൽ വാർഷിക റിട്ടേൺ എത്രയാണെന്ന് ഇത് വളരെ വ്യക്തമാണ്. ഞാൻ 6 മാസത്തിൽ 6% സമ്പാദിച്ചെങ്കിൽ 12 മാസത്തിൽ എത്ര സമ്പാദിക്കും എന്നാൽ 12 മാസത്തിൽ ഒരു രീതിയിൽ 12% സമ്പാദിക്കും. ഈ ഫോർമുല ഉപയോഗിച്ചാൽ അതേ ഉത്തരം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ വാർഷിക റിട്ടേൺ എന്നത് ആ വർഷം ഞാൻ എത്ര സമ്പാദിക്കും എന്നതാണോ, എത്ര റിട്ടേൺ ലഭിച്ചുവോ അതിനെ അടിസ്ഥാനമാക്കി പ്രതീക്ഷിക്കുന്നത്. ഇനി നാം കമ്പൗണ്ട് റിട്ടേണിലേക്ക് കടക്കാം. കമ്പൗണ്ട് റിട്ടേൺ എന്താണ് ചെയ്യുന്നത്? ഇത് നാം ചക്രവർത്തി റിട്ടേൺ അല്ലെങ്കിൽ ചക്രവർത്തി പലിശ എന്നും വിളിക്കുന്നു. കോമ്പൗണ്ട് റിട്ടേണുകൾ നമുക്ക് മനസ്സിലാക്കാം. കമ്പൗണ്ട് റിട്ടേൺ എന്താണെന്ന്. എപ്പോഴെങ്കിലും നമുക്ക് ഏതെങ്കിലും റിട്ടേൺ, ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് തുകയിലോ അല്ലെങ്കിൽ പലിശയോ ലഭിക്കുമ്പോൾ ആ റിട്ടേൺ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുക വീണ്ടും വളരാൻ നാം വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതുതന്നെയാണ് കമ്പൗണ്ട് റിട്ടേൺ എന്ന് പറയുന്നത്. നമുക്ക് ഈ പട്ടികയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ 10,000 രൂപ 10% നിരക്കിൽ നിക്ഷേപിച്ചു. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ക്ലോസിംഗ് ബാലൻസ് 11,000 രൂപയായി. അപ്പോൾ 10,000-ന്റെ 10% ആയത് 1,000 രൂപ. അതിനാൽ നിങ്ങളുടെ തുക 11,000 രൂപയായി. രണ്ടാം വർഷം നിങ്ങളുടെ 11,000 രൂപയ്ക്ക് വീണ്ടും 10% റിട്ടേൺ ലഭിക്കും. അത് അർത്ഥം 11,000-ൽ 1,100 രൂപ കൂടി ചേർക്കപ്പെടും. അതിനാൽ 12,000 100 രൂപയാണ് ആ വർഷത്തെ മൊത്തം തുക. മൂന്നാം വർഷം ആ 12,000 100-ന് വീണ്ടും 10% ലഭിക്കും. അത് അർത്ഥം വീണ്ടും 1,200 രൂപ ലഭിക്കും. അങ്ങനെ ആകെ തുക 13,310 രൂപയാകും. അപ്പോൾ നിങ്ങൾ 10,000 രൂപ നിക്ഷേപിച്ചപ്പോൾ അത് 13,310 രൂപയായി. ഇത് ഒരു വിധത്തിൽ കമ്പൗണ്ടിംഗ് ആണ്. നിങ്ങൾക്ക് കമ്പൗണ്ട് റിട്ടേൺ ലഭിച്ചതാണ്. എങ്ങനെ 10,000 രൂപ 13,300 ആയി മാറി എന്നതാണിത്. ഇതാണ് കമ്പൗണ്ട് റിട്ടേൺസ്. നിങ്ങളുടെ റിട്ടേൺസ് ഇവിടെ കമ്പൗണ്ടിംഗ് ആയി നടക്കുകയാണ്. ഇവിടെ കമ്പൗണ്ടഡ് ആവുന്നു. അതിനാൽ കമ്പൗണ്ടിൽ ഉള്ള എല്ലാ പലിശയും ക്യാപിറ്റൽ ഗെയിൻസും വീണ്ടും നിക്ഷേപിക്കപ്പെടുന്നു. നിങ്ങളുടെ നിക്ഷേപിച്ച തുകയോടൊപ്പം ഇനി നാം കമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റിനെ കുറിച്ച് സംസാരിക്കാം. മ്യൂച്വൽ ഫണ്ട് കമ്മ്യൂണിക്കേഷനുകളിൽ നിങ്ങൾ മെയ എന്ന പേരും കേട്ടിട്ടുണ്ടാവും. അതാണ് നാം കമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാം മെയ എന്നത് എന്താണ്. കമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് അല്ലെങ്കിൽ ദിയ എന്നത് ഒരു നിക്ഷേപം ഒരു മൂല്യത്തിൽ നിന്ന് മറ്റൊരു മൂല്യത്തിലേക്ക് ഒരു നിശ്ചിത കാലയളവിൽ എത്തുന്ന ശരാശരി വളർച്ചാ നിരക്കാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു കാലയളവും അതിൻ്റെ തുടക്ക മൂല്യവും ഉണ്ടാകും. ഒരു സെക്യൂരിറ്റിയുടെ മാർക്കറ്റ് മൂല്യവും. നിക്ഷേപ കാലാവധിയുടെ അവസാനം ആ സെക്യൂരിറ്റിക്ക് എത്ര മൂല്യമാണ് ഉണ്ടാകുന്നത്, ആ മൂല്യവും നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുണ്ട്. കൂടാതെ ആ റിട്ടേൺ നിരക്കും. നിങ്ങളുടെ നിക്ഷേപം ആ കാലയളവിൽ വർഷം തോറും ശരാശരി എത്ര നിരക്കിൽ വളർന്നു എന്നതിനെ മിയ എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് ഒരു സ്റ്റോക്ക് വില 100 രൂപയിൽ നിന്ന് 121 രൂപ ആയി 2 വർഷത്തിനുള്ളിൽ വർദ്ധിച്ചുവെങ്കിൽ അതിൻ്റെ മൂല്യം 10% ആയിരിക്കും. അതായത് 100 രൂപ ആദ്യ വർഷം കഴിഞ്ഞ് 110 രൂപ ആയി. പിന്നെ ആ 110 രൂപ വീണ്ടും 10% നിരക്കിൽ വളർന്നാൽ അത് 121 രൂപ ആകും. അപ്പോൾ ഈ നിരക്കാണ് ശരാശരി നിരക്ക്. അതായത് നിങ്ങളുടെ മാർക്കറ്റ് എത്ര നിരക്കിൽ വളരുന്നു എന്നതിനെ നാം മെയ എന്ന് വിളിക്കുന്നു. ഇവയായിരുന്നു റിട്ടേൺസ് അളക്കാനുള്ള മാർഗങ്ങൾ. ഇപ്പോൾ നാം റിസ്ക് അളക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നാം എങ്ങനെ ഗണിതശാസ്ത്രപരമായി റിസ്ക് കണക്കാക്കുന്നു എന്ന് നോക്കാം. ആദ്യം വരുന്നത് വേരിയൻസ് ആണ്. വേരിയൻസ് എന്താണ്? അത് എങ്ങനെ കണക്കാക്കുന്നു?
ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം, നൽകിയിരിക്കുന്ന ടേബിളിൽ 2 സ്കീമുകൾ ഉണ്ട്. അവയുടെ മാസിക റിട്ടേൺസ് കാണിച്ചിരിക്കുന്നു. സ്കീം 1 മാസിക റിട്ടേൺസ് 5%, 2-ാം മാസത്തിൽ 4%, 3-ാം മാസത്തിൽ വീണ്ടും 5%, 4-ാം മാസത്തിൽ വീണ്ടും 6% എന്നിങ്ങനെയാണ്. സ്കീം 2-ൽ 5, -5%, 10%, 5% എന്നിങ്ങനെയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതുപോലെ സ്കീം 1 കുറച്ച് സ്ഥിരതയുള്ളതാണ്. സ്കീം 1ന്റെ ശരാശരി റിട്ടേൺ 5%, സ്കീം 2യുടെ ശരാശരി റിട്ടേൺ 3.75%. പക്ഷേ സ്കീം 2യുടെ വോളറ്റിലിറ്റി നോക്കൂ. 2-ാം മാസത്തിൽ അത് ആദ്യ മാസത്തിൽ 5%, പക്ഷേ 2-ാം മാസത്തിൽ അത് -5%ആയി പോയി. 3-ാം മാസത്തിൽ വീണ്ടും +10%ആയി. 4-ാം മാസത്തിൽ വീണ്ടും 5%ആയി. ഇത്രയധികം വോളറ്റിലിറ്റിയാണ് ഈ റിട്ടേണിൽ ഉള്ളത്. ഇത്രയധികം വ്യത്യാസമാണ് ഇതിൽ ഉള്ളത്. അതിനാൽ നാം ഇതിൻ്റെ വേരിയൻസ് കണക്കാക്കുമ്പോൾ അത് 0.67, 0.67 വരും. സ്കീം 1യുടേത് ഇത്രയേറെ കുറവാണ്, പക്ഷേ സ്കീം 2യുടേത് നോക്കൂ എത്രയധികം, 30.5, 30.5. അപ്പോൾ ഇതിൽ നിന്ന് നാം ഏത് സ്കീമിനെയാണ് പ്രിഫർ ചെയ്യുക? അതായത് ഏറ്റവും കുറഞ്ഞ വേരിയൻസ് ഉള്ളതിനെ, അതായത് ഏറ്റവും കുറവ് റിട്ടേൺസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിനെ നാം തിരഞ്ഞെടുക്കും. സാധാരണയായി ഈ ടൂളുകൾ 2 ഫണ്ടുകൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ ഉപയോഗിക്കാറാണ് ചെയ്യുന്നത്. കൂടാതെ നാം വേരിയൻസ് കണക്കാക്കാം. MS എക്സൽ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട്. ഫോർമുല നിങ്ങളുടെ മുന്നിലാണ്. ഇത് ഉപയോഗിച്ച് നാം വേരിയൻസ് കണക്കാക്കാൻ കഴിയും. വേരിയൻസ് എന്നത് റിസ്കിൻ്റെ ഒരു പ്രധാന അളവാണ്. ഇത് ഇക്വിറ്റി സ്കീമുകൾക്കും ഡെറ്റ് സ്കീമുകൾക്കും പ്രസക്തമാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വേരിയൻസ് എന്നത് റിസ്കിൻ്റെ ഒരു അളവാണെന്നും ഇത് ഡെറ്റ് സ്കീമുകൾക്കും ഇക്വിറ്റി സ്കീമുകൾക്കും പ്രസക്തമാണെന്നും. ഇപ്പോൾ നാം സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കുറിച്ച് സംസാരിക്കാം. വേരിയൻസിനെ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും റിസ്ക്കും ഗണിതശാസ്ത്രവും അളക്കുന്നതിനുള്ള ഒരു അളവാണ്. പറയാൻ പോയാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നത് വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് ആണെന്ന് പറയുന്നു. അർത്ഥം, നമുക്ക് കിട്ടിയ വേരിയൻസിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ അതാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വീണ്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതേ കാര്യമാണ് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ റിട്ടേണുകളിൽ ശരാശരി എത്രത്തോളം മാറ്റം സംഭവിക്കുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത്. ഫ്ലക്ച്വേഷൻ കൂടുതലായാൽ അത്രമേൽ അത് മോശമാണ്. അതിനാൽ നിങ്ങൾ 2 സ്കീമുകളുടെ ലാഭം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവുള്ളതിനെ നാം മുൻഗണന നൽകും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലുള്ളത് ശരാശരി റിട്ടേണിൽ നിന്ന് വളരെ കൂടുതലായി മാറ്റം കാണിക്കുന്നു. അതിനാൽ അത് കൂടുതൽ റിസ്കിയാണെന്നും അർത്ഥം. അതിനാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറവുള്ള ഫണ്ടിനെ നാം ഇൻവെസ്റ്റ്മെൻറ്റിനായി പരിഗണിക്കും. ഇപ്പോൾ നാം മോഡിഫൈഡ് ഡ്യൂറേഷൻ സംബന്ധിച്ച് സംസാരിക്കാം. മോഡിഫൈഡ് ഡ്യൂറേഷൻ എന്നത് ഡെറ്റ് പോർട്ട്ഫോളിയോയുടെ ഡെറ്റ് സെക്യൂരിറ്റിയുടെ പലിശ നിരക്കുകളിൽ വരുന്ന മാറ്റങ്ങളോടുള്ള പ്രതികരണശേഷി അളക്കുന്നതാണ്. പരിഷ്കരിച്ച കാലാവധി കൂടുന്തോറും അത് കൂടുതലായിരിക്കും. പരിഷ്കരിച്ച കാലാവധി കൂടുന്തോറും പലിശ നിരക്കുകളുടെ കാര്യത്തിൽ അത് കൂടുതൽ അസ്ഥിരമായിരിക്കും. പരിഷ്കരിച്ച കാലാവധി കുറയുന്തോറും അത് കുറഞ്ഞ അസ്ഥിരമായിരിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉദാഹരണമായി ഒരു ഉദാഹരണം മനസ്സിലാക്കാം. ഒരു സ്കീമിൻ്റെ മോഡിഫൈഡ് ഡ്യൂറേഷൻ 3 വർഷമാണെന്നും അതിൻ്റെ YTM 10% ആണെന്നും കരുതുക. മോഡിഫൈഡ് ഡ്യൂറേഷൻ 3 വർഷം, YTM 10% എന്നിങ്ങനെയാണ്. എന്നാൽ സാമ്പത്തിക വ്യവസ്ഥയിൽ പലിശ നിരക്ക് 1% കുറയുകയാണെങ്കിൽ YTMലേക്ക് മുഴുവൻ മോഡിഫൈഡ് ഡ്യൂറേഷൻ ചേർക്കപ്പെടും. അത് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ YTM 10 ആയിരുന്നെങ്കിൽ അതിൽ 3 വർഷം, അതായത് നിങ്ങളുടെ മോഡിഫൈഡ് ഡ്യൂറേഷൻ മുഴുവൻ ചേർക്കപ്പെടും. അങ്ങനെ നിങ്ങളുടെ പുതിയ YTM 13 ആകും. പലിശ നിരക്ക് 0.5% കുറഞ്ഞാൽ ആ 3 വർഷം മോഡിഫൈഡ് ഡ്യൂറേഷൻ അതിൻ്റെ പകുതി മാത്രം ചേർക്കണം. അത് അർത്ഥമാക്കുന്നത് 10ലേക്ക് 1.5 ചേർക്കപ്പെടും. അങ്ങനെ നിങ്ങളുടെ പുതിയ YTM 11.5 ആകും. ഇതേ രീതിയിൽ പലിശ നിരക്ക് ഉയർന്നാൽ എങ്ങനെ സംഭവിക്കും എന്നതും നിങ്ങൾക്ക് റിവേഴ്സ് ആയി കണക്കാക്കാം. പലിശ നിരക്ക് 1% ഉയർന്നാൽ മുഴുവൻ മോഡിഫൈഡ് ഡ്യൂറേഷൻ 10ൽ നിന്ന് 3 കുറയുകയും ചെയ്യും. മുഴുവൻ മോഡിഫൈഡ് ഡ്യൂറേഷൻ YTM നിന്ന് കുറയുമ്പോൾ പുതിയ YTM 7% ആകും. അതിനാൽ ഈ കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പലിശ നിരക്കുകൾക്ക് അനുസരിച്ച് മോഡിഫൈഡ് ഡ്യൂറേഷൻ എങ്ങനെ നിങ്ങളുടെ ഡെറ്റ് സെക്യൂരിറ്റിയിൽ സ്വാധീനം ചെലുത്തുന്നു എന്നതാണ്. മോഡിഫൈഡ് ഡ്യൂറേഷൻ എത്രയധികം ആയിരിക്കും, അത്രയധികം സ്വാധീനം നിങ്ങളുടെ ഡെറ്റ് സെക്യൂരിറ്റിയുടെയും YTMയുടെയും മേൽ ഉണ്ടാകും. അപ്പോൾ ഗൈസ്, ഈ ചാപ്റ്റർ റിസ്ക് ആൻഡ് റിട്ടേൺ നിന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ ഇതേ വിഷയങ്ങളാണ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവയിലാണ് ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കുന്നത്. ഇപ്പോൾ നാം കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പതിവായി വരാറുള്ളത് എന്ന്. ചോദ്യം നമ്പർ 1. ഗവൺമെൻറ് സെക്യൂരിറ്റികൾ പൂർണ്ണമായും റിസ്ക് ഫ്രീ ആണെന്ന് കരുതാമോ? സത്യമാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയുക. ഗവൺമെൻറ് സെക്യൂരിറ്റികളെ നാം റിസ്ക് ഫ്രീ എന്ന് കരുതാം. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? സാധാരണയായി ഗവൺമെൻറ് സെക്യൂരിറ്റികൾ റിസ്ക് ഫ്രീ ആണെന്ന് കരുതപ്പെടുന്നു. കൂടാതെ നാം റിസ്ക് ഫ്രീ ഡെറ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. അതിനാൽ ഈ പ്രസ്താവന ഒരു രീതിയിൽ ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, അൺസിസ്റ്റമാറ്റിക് റിസ്ക് ഡൈവേഴ്സിഫിക്കേഷൻ വഴി കുറയ്ക്കാൻ സാധിക്കും.
നാം മനസ്സിലാക്കി അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്നത് കമ്പനി സ്പെസിഫിക് റിസ്ക് ആണ്. അതിനെ നാം ഡൈവേഴ്സിഫൈ ചെയ്ത് പൂർത്തിയായി ഇല്ലാതാക്കാൻ വരെ കഴിയും. അതിനാൽ ഈ പ്രസ്താവന ശരിയാണ്. മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന ഏത് തരത്തിലുള്ള വിശകലനമാണ് ട്രേഡിംഗുമായി ബന്ധപ്പെട്ട വിലയും വോളിയം ഡാറ്റയും ട്രാക്ക് ചെയ്യുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, ഫണ്ടമെന്റൽ, ടെക്നിക്കൽ അല്ലെങ്കിൽ സിറ്റുവേഷൻ അനാലിസിസ്? അപ്പോൾ നാം വളരെ വ്യക്തമായി കണ്ടു, നാം വിലയും വോളിയവും ഡാറ്റയും സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിന്റെ ഭാഗമാണ്. അതിനാൽ ഉത്തരം സി, ടെക്നിക്കൽ അനാലിസിസ് ആണ്. ഒരു അനാലിസിസ് വിലയും വോളിയവും ട്രാക്ക് ചെയ്ത് ആ സെക്യൂരിറ്റിയുടെ വിലയുടെ ഭാവി ചലനങ്ങൾ പ്രവചിക്കാൻ ഉപയോഗിക്കുമ്പോൾ അതിനെ നാം ടെക്നിക്കൽ അനാലിസിസ് എന്ന് വിളിക്കുന്നു. ചോദ്യം നമ്പർ 4. ഒരു നിക്ഷേപകൻ സ്കീം എയിൽ നിക്ഷേപം നടത്തിയപ്പോൾ നെവി രൂപ 120 ആയിരുന്നു. നിക്ഷേപകൻ അത് 135 റിഡീം ചെയ്തു. സിമ്പിൾ റിട്ടേൺ കണക്കാക്കുക. നെവി രൂപ 120 ആയിരുന്നു. രൂപ 135 റിഡംഷൻ നടന്നിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ സിമ്പിൾ റിട്ടേൺ കണക്കാക്കുമ്പോൾ സിമ്പിൾ റിട്ടേൺ എത്രയായിരുന്നു? 135 നിന്ന് 120 കുറയ്ക്കുമ്പോൾ, അതായത് രൂപ 15, അതിനെ നാം രൂപ 120 വിഭജിക്കും. അതായത് 15 വിഭജിച്ചാൽ 120, അതായത് 15 ഹരിക്കുക 120 എന്നത് 12.5%. അതിനാൽ ഉത്തരം സി, 12.5%. ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമിലെ ആനുകാലിക വരുമാനത്തിലെ ഏറ്റക്കുറച്ചിലുകളുടെ അളവുകോലാണ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവയിൽ ഏതാണ് മ്യൂച്വൽ ഫണ്ട് സ്കീമിലെ റിട്ടേണുകളിലെ മാറ്റങ്ങൾ അളക്കാനുള്ള ഒരു പ്രധാന സൂചിക? നാം റിട്ടേണുകൾ കുറിച്ച് സംസാരിക്കുമ്പോൾ റിട്ടേണുകളിലെ മാറ്റങ്ങൾ അളക്കാൻ ഇവയിൽ ഏതാണ് പ്രധാന സൂചിക? ആദ്യത് വേരിയൻസ്, ഷാർപ്പ് റേഷ്യോ, മോഡിഫൈഡ് ഡ്യൂറേഷൻ, ജെൻസൺ ആൽഫ്. അപ്പോൾ നാം പഠിച്ചതുപോലെ വേരിയൻസ് എന്നത് പീരിയഡിക് റിട്ടേണിലെ മാറ്റങ്ങൾ അളക്കുന്നതാണ്. അതിനാൽ ഉത്തരം വേരിയൻസ് ആണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ തുടർന്നിരുന്നതിന് വളരെ നന്ദി. കൂടാതെ ഞങ്ങളുടെ മറ്റ് വീഡിയോകളും കാണാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ, പ്രത്യേകിച്ച് ദർക്കമിയുമായി ബന്ധപ്പെട്ടോ മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ടോ വീഡിയോ വേണമെങ്കിൽ ദയവായി കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വളരെ നന്ദി.